യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ഒരുമിച്ച് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യത്തെ മോക്ക് ടെസ്റ്റ് ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തെ ആസ്പദമാക്കിയുള്ളതാണ്. ചോദ്യം 1. യേശു 12 അപ്പസ്തോലന്മാരെ എന്തിനാണ് അയച്ചത്? ഓപ്ഷൻ എ, ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി. ഓപ്ഷൻ ബി, രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും. ഓപ്ഷൻ സി, സുവിശേഷം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും. ഓപ്ഷൻ ഡി, സുവിശേഷം പ്രസംഗിക്കാനും രോഗങ്ങൾ സുഖപ്പെടുത്താനും രോഗികളെ സുഖപ്പെടുത്താനുമായി. ഈ ചോദ്യത്തിന്റെ ഉത്തരം എ ആണ്. ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി യേശു 12 അപ്പസ്തോലന്മാരെ അയച്ചു. ചോദ്യം 2. 12 അപ്പസ്തോലന്മാർ ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് എന്തൊക്കെയാണ് ചെയ്തത്? ഓപ്ഷൻ എ, സുവിശേഷം അറിയിച്ചു. ഓപ്ഷൻ ബി, രോഗശാന്തി നൽകി. ഓപ്ഷൻ സി, ദൈവരാജ്യം പ്രസംഗിച്ചു. ഓപ്ഷൻ ഡി, സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. ചോദ്യം 3. സംഭവിച്ചതെല്ലാം കേട്ട് മറ്റു ചിലർ എന്താണ് പറഞ്ഞത്? ഓപ്ഷൻ എ, യോഹന്നാൻ ഉയർത്തിരിക്കുന്നു. ഓപ്ഷൻ ബി, ഏലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ സി, പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തു വന്നിരിക്കുന്നു. ഓപ്ഷൻ ഡി, ഗലീലിയിൽ ധാരാളം അത്ഭുതങ്ങൾ നടക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി, ഏലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. 4-ാമത്തെ ചോദ്യം. അപ്പസ്തോലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം അറിയിച്ചപ്പോൾ യേശു അവരെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്? ഓപ്ഷൻ എ, ജെറുസലേമിലേക്ക്. ഓപ്ഷൻ ബി, കഫർനാമിലെ ഒരു സിനഗോഗിലേക്ക്. ഓപ്ഷൻ സി, ബെത്സൈദ എന്ന പട്ടണത്തിലേക്ക്. ഓപ്ഷൻ ഡി, ബെത്സൈദ എന്ന ഗ്രാമത്തിലേക്ക്. ഉത്തരം ഓപ്ഷൻ സി, ബെത്സൈദ എന്ന പട്ടണത്തിലേക്ക്. ചോദ്യം 5. അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം ഏത് അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ എ, 9-ാം അധ്യായം. ഓപ്ഷൻ ബി, 10-ാം അധ്യായം. ഓപ്ഷൻ സി, 15-ാം അധ്യായം. ഓപ്ഷൻ ഡി, 13-ാം അധ്യായം. ഉത്തരം ഓപ്ഷൻ എ, 9-ാം അധ്യായം. 6-ാമത്തെ ചോദ്യം. യേശു 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ചത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ എ, ഗലീലിയിൽ വെച്ച്. ഓപ്ഷൻ ബി, കഫർനാമിൽ വെച്ച്. ഓപ്ഷൻ സി, ഒരു ഗ്രാമത്തിൽ വെച്ച്. ഓപ്ഷൻ ഡി, ഒരു വിജന പ്രദേശത്ത് വെച്ച്. ഉത്തരം ഓപ്ഷൻ ഡി, ഒരു വിജന പ്രദേശത്ത് വെച്ച്. ചോദ്യം 7. യേശു എപ്പോഴാണ് ശിഷ്യന്മാരോട് ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചത്? ഓപ്ഷൻ എ, ഒരിക്കൽ അവൻ തനിയെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ. ഓപ്ഷൻ ബി, ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഓപ്ഷൻ സി, കഫർനാമിൽ വെച്ച്. ഓപ്ഷൻ ഡി, താബോർ മലയിൽ വെച്ച്. ഉത്തരം ഓപ്ഷൻ എ, ഒരിക്കൽ അവൻ തനിയെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ. ചോദ്യം 8. ആര് ഉയർത്തിരിക്കുന്നു എന്നാണ് ജനങ്ങൾ യേശുവിനെ കുറിച്ച് പറയുന്നതെന്നാണ് പത്രോസ് പറഞ്ഞത്? ഓപ്ഷൻ എ, ഏലിയ. ഓപ്ഷൻ ബി, സ്നാപക യോഹന്നാൻ. ഓപ്ഷൻ സി, പൂർവ്വ പ്രവാചകരിൽ ഒരാൾ. ഓപ്ഷൻ ഡി, പണ്ടത്തെ പ്രവാചകരിൽ ഒരുവൻ. ഉത്തരം ഓപ്ഷൻ സി, പൂർവ്വ പ്രവാചകരിൽ ഒരാൾ. പൂർവ്വ പ്രവാചകരിൽ ഒരാൾ. ചോദ്യം 9. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് യേശു ചോദിച്ചപ്പോൾ പത്രോസ് നൽകിയ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ, നീ ദൈവത്തിന്റെ പുത്രനാണ്. ഓപ്ഷൻ ബി, നീ ജീവനുള്ള ദൈവത്തിന്റെ ക്രിസ്തുവാണ്. ഓപ്ഷൻ സി, നീ ദൈവത്തിന്റെ ക്രിസ്തുവാണ്. ഓപ്ഷൻ ഡി, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. ഉത്തരം ഓപ്ഷൻ സി, നീ ദൈവത്തിന്റെ ക്രിസ്തുവാണ്. അടുത്ത ചോദ്യം. പീഡാനുഭവവും ഉത്ഥാനവും 1-ാം പ്രവചനം എപ്പോഴാണ് നടത്തിയത്? ഓപ്ഷൻ എ, കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഓപ്ഷൻ ബി, താബോർ മലയിലെ രൂപാന്തരീകരണത്തിന് ശേഷം. ഓപ്ഷൻ സി, ജനക്കൂട്ടത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഓപ്ഷൻ ഡി, നീ ദൈവത്തിന്റെ ക്രിസ്തുവാണ് എന്ന് പത്രോസ് ഏറ്റു പറഞ്ഞപ്പോൾ. ഉത്തരം ഓപ്ഷൻ ഡി, നീ ദൈവത്തിന്റെ ക്രിസ്തുവാണ് എന്ന് പത്രോസ് ഏറ്റു പറഞ്ഞപ്പോൾ. അടുത്ത ചോദ്യം. പീഡാനുഭവവും ഉത്ഥാനവും 1-ാം പ്രവചനത്തിനു മുമ്പ് യേശു ചെയ്ത അത്ഭുതം എന്ത്? ഓപ്ഷൻ എ, അപ്പം വർദ്ധിപ്പിച്ചു. ഓപ്ഷൻ ബി, കൂനിയായ സ്ത്രീയെ സുഖപ്പെടുത്തി. ഓപ്ഷൻ സി, പിശാചു ബാധിച്ച ബാലനെ സുഖപ്പെടുത്തി. ഓപ്ഷൻ ഡി, വെള്ളത്തിനു മീതെ നടന്നു. ഉത്തരം ഓപ്ഷൻ എ, അപ്പം വർദ്ധിപ്പിച്ചു.
ചോദ്യം 12. മനുഷ്യപുത്രൻ ആരാലെല്ലാം തിരസ്കരിക്കപ്പെടുമെന്നാണ് തന്റെ പീഡാനുഭവവും ഉത്ഥാനവും എന്ന 1-ാം പ്രവചനത്തിൽ ഈശോ പറയുന്നത്? ഓപ്ഷൻ എ ഫരിസേയർ, നിയമജ്ഞർ എന്നിവരാൽ. ഓപ്ഷൻ ബി ഫരിസേയർ, നിയമജ്ഞർ, ജനപ്രമാണികൾ എന്നിവരാൽ. ഓപ്ഷൻ സി പുരോഹിത പ്രമുഖന്മാർ, ഫരിസേയർ, നിയമജ്ഞർ എന്നിവരാൽ. ഓപ്ഷൻ ഡി ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ. ഉത്തരം ഓപ്ഷൻ ഡി ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ. ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ. ചോദ്യം 13. തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ മനുഷ്യപുത്രൻ ആരെക്കുറിച്ചാണ് ലജ്ജിക്കുന്നത്? ഓപ്ഷൻ എ ഒരുവൻ എൻ്റെ വചനങ്ങളെക്കുറിച്ച് ലജ്ജിച്ചാൽ അവനെക്കുറിച്ച്. ഓപ്ഷൻ ബി ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച്. ഓപ്ഷൻ സി ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ പിതാവിനെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച്. ഓപ്ഷൻ ഡി ഒരുവൻ എന്നെക്കുറിച്ചോ സുവിശേഷത്തെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച്. ഉത്തരം ഓപ്ഷൻ ബി ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച്. ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച്. ചോദ്യം 14. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. ലൂക്ക 9:31 പരാമർശിക്കപ്പെടുന്ന അവർ ആരൊക്കെയാണ്? ഓപ്ഷൻ എ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, യേശു. ഓപ്ഷൻ ബി യേശു, മോശ, എലീഷ. ഓപ്ഷൻ സി യേശു, മോശ, പത്രോസ്. ഓപ്ഷൻ ഡി യേശു, മോശ, ഏലിയ. ഉത്തരം ഓപ്ഷൻ ഡി യേശു, മോശ, ഏലിയ. ചോദ്യം 15. മോശയും ഏലിയായും യേശുവുമായി എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത്? ഓപ്ഷൻ എ യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച്. ഓപ്ഷൻ ബി ജെറുസലേം പ്രവേശനത്തെക്കുറിച്ച്. ഓപ്ഷൻ സി അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോകലിനെക്കുറിച്ച്. ഓപ്ഷൻ ഡി യേശുവിൻ്റെ മഹത്വമേറിയ ഉത്ഥാനത്തെക്കുറിച്ച്. ഉത്തരം ഓപ്ഷൻ സി അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോകലിനെക്കുറിച്ച്. 16-ാമത്തെ ചോദ്യം. മേഘത്തിൽ നിന്ന് ശിഷ്യന്മാർ കേട്ട സ്വരം എന്താണ്? ഓപ്ഷൻ എ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഓപ്ഷൻ ബി ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ഓപ്ഷൻ സി ഇവൻ എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ഓപ്ഷൻ ഡി ഇവൻ എൻ്റെ പുത്രൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ഉത്തരം ഓപ്ഷൻ ബി ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. 17-ാമത്തെ ചോദ്യം. പീഡാനുഭവവും ഉത്ഥാനവും 2-ാം പ്രവചനത്തിനു മുമ്പ് യേശു ചെയ്ത അത്ഭുതം എന്താണ്? ഓപ്ഷൻ എ അപ്പം വർദ്ധിപ്പിച്ചു. ഓപ്ഷൻ ബി കൂനിയായ സ്ത്രീയെ സുഖപ്പെടുത്തി. ഓപ്ഷൻ സി പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തി. ഓപ്ഷൻ ഡി വെള്ളത്തിനു മീതെ നടന്നു. ഉത്തരം ഓപ്ഷൻ സി പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തി. ചോദ്യം 18. എപ്പോഴാണ് യേശു ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ചത്? ഓപ്ഷൻ എ തൻ്റെ ആരോഹണത്തിന്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ. ഓപ്ഷൻ ബി പെസഹ തിരുനാളിനു മുൻപ്. ഓപ്ഷൻ സി കൂടാര തിരുനാളിനു മുൻപ്. ഓപ്ഷൻ ഡി തൻ്റെ സമയം പൂർത്തിയായപ്പോൾ. ഉത്തരം ഓപ്ഷൻ എ തൻ്റെ ആരോഹണത്തിന്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ. ചോദ്യം 19. ആരോടാണ് ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ എന്ന് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ ജനക്കൂട്ടത്തോട്. ഓപ്ഷൻ ബി തൻ്റെ ചുറ്റും കൂടിയവരോട്. ഓപ്ഷൻ സി ശിഷ്യരോട്. ഓപ്ഷൻ ഡി ശിഷ്യരോടും ജനക്കൂട്ടത്തോടും. ഉത്തരം ഓപ്ഷൻ സി ശിഷ്യരോട്. ചോദ്യം 20. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അത്ര നിഗൂഢമായിരുന്ന വചനം ഏതാണ്? ഓപ്ഷൻ എ ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. ഓപ്ഷൻ ബി ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. ഓപ്ഷൻ സി മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. ഓപ്ഷൻ ഡി നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് ഏറ്റവും വലിയവൻ. ഉത്തരം ഓപ്ഷൻ സി മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. ചോദ്യം 21. യേശുവിന്റെ രൂപാന്തരപ്പെടലിനെ കുറിച്ചുള്ള വിവരണം രേഖപ്പെടുത്താത്ത സുവിശേഷം ഏതാണ്? ഓപ്ഷൻ എ മത്തായി. ഓപ്ഷൻ ബി മാർക്കോസ്. ഓപ്ഷൻ സി ലൂക്ക. ഓപ്ഷൻ ഡി യോഹന്നാൻ. ഉത്തരം
ഓപ്ഷൻ ഡി യോഹന്നാൻ. ചോദ്യം 22. നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ. അധ്യായവും വാക്യവും എഴുതുക. ഓപ്ഷൻ എ ലൂക്ക 10:24. ഓപ്ഷൻ ബി ലൂക്ക 9:25. ഓപ്ഷൻ സി ലൂക്ക 9:28. ഓപ്ഷൻ ഡി ലൂക്ക 9:48. ഉത്തരം ഓപ്ഷൻ ഡി ലൂക്ക 9:48. ചോദ്യം 23. നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ലൂക്ക 9:49-50 വാക്യങ്ങൾ, മർക്കോസ് 9:38-41 വരെയുള്ള വാക്യങ്ങൾ. ഓപ്ഷൻ ബി ലൂക്ക 9:15-18 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസ് 9:38-41 വരെയുള്ള വാക്യങ്ങൾ. ഓപ്ഷൻ സി ലൂക്ക 9:49-50 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസ് 9:39-41 വരെയുള്ള വാക്യങ്ങൾ. ഓപ്ഷൻ ഡി ലൂക്ക 9:51-53 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസ് 9:37-41 വരെയുള്ള വാക്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ ലൂക്ക 9:49-50 വാക്യങ്ങൾ, മർക്കോസ് 9:38-41 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 24. ലൂക്ക 9:53 പ്രകാരം യേശുവിനെ എന്തുകൊണ്ടാണ് സമരിയാക്കാർ സ്വീകരിക്കാതിരുന്നത്? ഓപ്ഷൻ എ അവൻ യഹൂദനായിരുന്നതുകൊണ്ട്. ഓപ്ഷൻ ബി യഹൂദരും സമരിയാക്കാരും ശത്രുതയിലായിരുന്നതുകൊണ്ട്. ഓപ്ഷൻ സി അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട്. ഓപ്ഷൻ ഡി അവൻ ഗലീലിയക്കാരനായതുകൊണ്ട്. ഉത്തരം ഓപ്ഷൻ സി അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട്. ചോദ്യം 25. കർത്താവെ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ എന്ന് ചോദിച്ചത് ആരൊക്കെയാണ്? ഓപ്ഷൻ എ പത്രോസും യാക്കോബും യോഹന്നാനും. ഓപ്ഷൻ ബി യാക്കോബും യോഹന്നാനും. ഓപ്ഷൻ സി പത്രോസും യോഹന്നാനും. ഓപ്ഷൻ ഡി യാക്കോബും പത്രോസും. ഉത്തരം ഓപ്ഷൻ ബി യാക്കോബും യോഹന്നാനും. ചോദ്യം 26. സമരിയാക്കാർ തങ്ങളെ സ്വീകരിക്കാതിരുന്നപ്പോൾ യേശുവും ശിഷ്യന്മാരും എവിടേക്കാണ് പോയത്? ഓപ്ഷൻ എ മറ്റൊരു ഗ്രാമത്തിലേക്ക്. ഓപ്ഷൻ ബി ഗലീലിയയിലേക്ക്. ഓപ്ഷൻ സി ജെറുസലേമിലേക്ക്. ഓപ്ഷൻ ഡി ഒരു വിജന പ്രദേശത്തേക്ക്. ഉത്തരം ഓപ്ഷൻ എ മറ്റൊരു ഗ്രാമത്തിലേക്ക്. ചോദ്യം 27. നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും എന്ന് പറഞ്ഞവനോട് യേശു എന്താണ് പറഞ്ഞത്? ഓപ്ഷൻ എ കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. ഓപ്ഷൻ ബി പാമ്പുകൾക്ക് മാളങ്ങളും പറവകൾക്ക് ആകാശവുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. ഓപ്ഷൻ സി കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. ഓപ്ഷൻ ഡി നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. ഉത്തരം ഓപ്ഷൻ എ കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. ചോദ്യം 28. നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക എന്ന് ലൂക്ക 9:60 യേശു ആരോടാണ് പറയുന്നത്? ഓപ്ഷൻ എ നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും എന്ന് പറഞ്ഞവനോട്. ഓപ്ഷൻ ബി സ്വത്ത് ഭാഗിച്ചു തരുവാൻ സഹോദരനോട് പറയണമെന്ന് ആവശ്യപ്പെട്ടവനോട്. ഓപ്ഷൻ സി ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും എന്ന് പറഞ്ഞവനോട്. ഓപ്ഷൻ ഡി കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷെ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിട വാങ്ങുവാൻ അനുവദിക്കണം എന്ന് പറഞ്ഞവനോട്. ഉത്തരം ഓപ്ഷൻ സി ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും എന്ന് പറഞ്ഞവനോട്. ചോദ്യം 29. കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷെ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിടവാങ്ങാൻ അനുവദിക്കണം എന്ന് പറഞ്ഞവനോട് യേശു പറഞ്ഞ മറുപടി എന്താണ്? ഓപ്ഷൻ എ നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. ഓപ്ഷൻ ബി എന്നെ അനുഗമിക്കുക. ഓപ്ഷൻ സി സ്വന്തം കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുക. ഓപ്ഷൻ ഡി കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. ഉത്തരം ഓപ്ഷൻ ഡി കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. ഇനി 10-ാം അധ്യായത്തെ ആസ്പദമാക്കിയുള്ള മോക്ക് ടെസ്റ്റ് ആണ്.
ചോദ്യം 1. അനന്തരം കർത്താവ് വേറെ 72 പേരെ തെരഞ്ഞെടുത്ത ഈ 2 പേരായി അവരെ തനിക്ക് മുമ്പ് എവിടേക്കാണ് അയച്ചത്? ചോദ്യം ലൂക്ക 10:1 നിന്നാണ്. എ. ഗലീലയിലേക്ക്, ബി. താൻ പോകാനിരുന്ന പട്ടണങ്ങളിലേക്ക്, സി. താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും, ഡി. സമരിയായിലേക്കും ചുറ്റുമുള്ള പട്ടണങ്ങളിലേക്കും. ഉത്തരം സി. താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ആരെയാണ് അയച്ചത്? എ. 12 അപ്പസ്തോലന്മാരെ, ബി. ശിഷ്യന്മാരെ, സി. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ, ഡി. 72 പേരെ. ഉത്തരം ഡി. 72 പേരെ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ആ 72 പേരോടും യേശു എന്താണ് അരുളി ചെയ്തത്? എ. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം. ബി. കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സി. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. ഡി. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യരുത്. ഉത്തരം സി. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആദ്യമേ എന്താശംസിക്കണം എന്നാണ് കർത്താവ് ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടത്? എ. നിങ്ങൾക്ക് സമാധാനം, ബി. ഈ വീടിന് സമാധാനം, സി. സമാധാനം നിങ്ങൾക്ക് ആശംസിക്കുന്നു, ഡി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സമാധാനം. ഉത്തരം ബി. ഈ വീടിന് സമാധാനം. അടുത്ത ചോദ്യം, നിങ്ങളുടെ സമാധാനം ആരിൽ കുടികൊള്ളും എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? എ. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ ആ വീട്ടിലുള്ളവരിൽ, ബി. ശിഷ്യന്മാരിൽ, സി. ആ വീട്ടിലുള്ളവരിലും ശിഷ്യന്മാരിലും, ഡി. സമാധാനത്തിന്റെ പുത്രനിൽ. ഉത്തരം ഡി. സമാധാനത്തിന്റെ പുത്രനിൽ. അടുത്ത ചോദ്യം, എവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ എന്നാണ് ലൂക്ക 10:9 പറയുന്നത്? ഓപ്ഷൻ എ. സമാധാനത്തിന്റെ പുത്രന്റെ വീട്ടിലുള്ള രോഗികളെ, ബി. നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളെ സ്വീകരിക്കുന്ന നഗരത്തിലെ രോഗികളെ, സി. ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ള രോഗികളെ, ഡി. കഫർനാമിലും പരിസര പ്രദേശത്തുമുള്ള രോഗികളെ. ഉത്തരം ബി. നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളെ സ്വീകരിക്കുന്ന നഗരത്തിലെ രോഗികളെ. അടുത്ത ചോദ്യം, തങ്ങളെ സ്വീകരിക്കുന്ന നഗരവാസികളോട് എന്ത് സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവാനാണ് യേശു 72 പേരോടും പറഞ്ഞത്? എ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു, ബി. ദൈവത്തിന്റെ രാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു, സി. സ്വർഗരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു, ഡി. ദൈവപുത്രന്റെ രാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം, ആ ദിവസം സോതോമിന്റെ സ്ഥിതി ഏത് നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും എന്നാണ് യേശു ലൂക്ക 10:12 പറയുന്നത്? എ. കഫർനാമിനേക്കാൾ, ബി. നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്ന നഗരത്തിനേക്കാൾ, സി. ബേത്സയിദയേക്കാൾ, ഡി. കൊറോസിനേക്കാൾ. ഉത്തരം ബി. നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്ന നഗരത്തിനേക്കാൾ. ലൂക്ക 10:13 നിനക്ക് ദുരിതം എന്ന് യേശു പറയുന്നത് ഏതൊക്കെ പട്ടണങ്ങളോടാണ്? എ. ടൈർ സീദോൻ, ബി. കൊറാസിൻ ബെത്സയിദ, സി. കഫർനാം കൊറാസിൻ, ഡി. ബെത്സയിദ കഫർനാം. ഉത്തരം ബി. കൊറാസിൻ ബെത്സയിദ. അടുത്ത ചോദ്യം, ആകാശത്തോളം ഉയർത്തപ്പെട്ട പട്ടണം ഏതാണ്? എ. കഫർനാം, ബി. കൊറാസിൻ, സി. ബെത്സയിദ, ഡി. സീദോൻ. ഉത്തരം എ. കഫർനാം. അടുത്ത ചോദ്യം, നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടൈറിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കൊടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു എന്ന് ലൂക്ക 10:13 ഏതൊക്കെ പട്ടണങ്ങളെ നോക്കിയാണ് യേശു പറഞ്ഞത്? എ. കൊറാസിൻ കഫർനാം, ബി. കൊറാസിൻ ബെത്സയിദ, സി. ബെത്സയിദ കഫർനാം, ഡി. കൊറാസിൻ ജെറീക്കോ. ഉത്തരം ബി. കൊറാസിൻ ബെത്സയിദ. ലൂക്ക 10-ാം അധ്യായത്തിൽ പറയുന്ന അനുതപിക്കാത്ത നഗരങ്ങൾ ഏതൊക്കെയാണ്?
എ കൊറാസീൻ, ബെത്സൈദ, കഫർനാം. ബി കൊറാസീൻ, ബെത്സൈദ, ടൈർ. സി ബെത്സൈദ, കഫർനാം, സീദോൻ. ഡി കൊറാസിൻ, ബെത്സൈദ, സീദോൻ. ഉത്തരം എ കൊറാസിൻ, ബെത്സൈദ, കഫർനാം. അനുതപിക്കാത്ത നഗരങ്ങൾ എന്ന ശീർഷകത്തിൽ എത്ര നഗരങ്ങളെക്കുറിച്ചാണ് യേശു സംസാരിക്കുന്നത്? എ 3 നഗരങ്ങളെക്കുറിച്ച്, ബി 4 നഗരങ്ങളെക്കുറിച്ച്, സി 5 നഗരങ്ങളെക്കുറിച്ച്, ഡി 6 നഗരങ്ങളെക്കുറിച്ച്. ഉത്തരം സി 5 നഗരങ്ങളെക്കുറിച്ച്. കൊറാസിൻ, ബെത്സൈദ, കഫർനാം, ടയർ, സീദോൻ എന്നീ 5 നഗരങ്ങളെക്കുറിച്ചാണ് അനുതപിക്കാത്ത നഗരങ്ങൾ എന്ന ശീർഷകത്തിൽ പറയുന്നത്. ചോദ്യം 15. കൊറാസീനിലും ബെത്സൈദയിലും നടന്ന അത്ഭുതങ്ങൾ എവിടെ നടന്നിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കൊടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു എന്നാണ് യേശു ലൂക്ക 10:13 പറയുന്നത്? എ കഫർനാം, സീദോൻ. ബി കഫർനാം, ടൈർ. സി ടൈർ, സീദോൻ. ഡി ടൈർ, സമരിയ. ഉത്തരം സി ടൈർ, സീദോൻ. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 3-ാമത്തെ ശീർഷകമേത്? എ യേശു ആത്മാവിൽ ആനന്ദിക്കുന്നു. ബി അനുതപിക്കാത്ത നഗരങ്ങൾ. സി 72 പേർ മടങ്ങിയെത്തുന്നു. ഡി അപ്പം വർദ്ധിപ്പിക്കുന്നു. ഉത്തരം സി 72 പേർ മടങ്ങിയെത്തുന്നു. സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞത് ആരാണ്? എ ശിഷ്യന്മാരിൽ ഒരുവൻ. ബി പത്രോസ്. സി യേശു. ഡി യോഹന്നാൻ. ഉത്തരം യേശു. നിങ്ങൾ എന്തിൽ സന്തോഷിക്കുവിൻ എന്നാണ് 72 പേരോട് യേശു പറഞ്ഞത്? എ ആത്മാവിൽ സന്തോഷിക്കുവിൻ. ബി പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. സി നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. ഡി നിങ്ങൾക്ക് രാജ്യം തരുവാൻ എൻ്റെ പിതാവ് സന്മനസ്സായിരിക്കുന്നതിൽ സന്തോഷിക്കുവിൻ. ഉത്തരം സി നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. അടുത്ത ചോദ്യം. നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്ന് ആരോടാണ് പറയുന്നത്? എ യേശു 72 പേരോട്. ബി യേശു 70 പേരോട്. സി യേശു ശിഷ്യന്മാരോട്. ഡി യേശു പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും. ഉത്തരം സി യേശു ശിഷ്യന്മാരോട്. നല്ല സമരിയാക്കാരന്റെ ഉപമ ഏത് അധ്യായത്തിലാണുള്ളത്? വാക്യങ്ങൾ ഏതെല്ലാം? എ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 26 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ബി ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. സി ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ഡി ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 26 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. ഉത്തരം ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. അടുത്ത ചോദ്യം. നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്തു വായിക്കുന്നു? ലൂക്ക 10:26 യേശു ആരോടാണ് ഇപ്രകാരം ചോദിക്കുന്നത്? എ ഫരിസേയനോട്. ബി നിയമജ്ഞനോട്. സി തന്നെ പരീക്ഷിക്കുവാൻ എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിച്ച നിയമജ്ഞനോട്. ഡി പ്രധാന പുരോഹിതനോട്. ഉത്തരം സി തന്നെ പരീക്ഷിക്കുവാൻ എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിച്ച നിയമജ്ഞനോട്. നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം യേശു നിയമജ്ഞനോട് എന്താണ് പറഞ്ഞത്? എ നീ ഇപ്രകാരം പ്രവർത്തിക്കുക. ബി നീ സ്വർഗരാജ്യം അവകാശമാക്കും. സി എന്നെ അനുഗമിക്കുക. ഡി നീ ജീവിക്കും. ഉത്തരം ഡി നീ ജീവിക്കും. കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ട മനുഷ്യൻ എവിടെ നിന്നും എവിടേക്ക് പോവുകയായിരുന്നു? എ ജെറീക്കോയിൽ നിന്നും ജെറുസലേമിലേക്ക്. ബി ജെറുസലേമിൽ നിന്നും ജെറീക്കോയിലേക്ക്. സി സമരിയായിൽ നിന്നും ജെറീക്കോയിലേക്ക്. ഡി സമരിയായിൽ നിന്നും ജെറുസലേമിലേക്ക്. ഉത്തരം ബി ജെറുസലേമിൽ നിന്നും ജെറീക്കോയിലേക്ക്. അടുത്ത ചോദ്യം. സമരിയാക്കാരൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ എന്താണ് കൊടുത്തത്? എ 2 ദനാറ.
ബി 2 ഷെക്കൽ, സി 2 വെള്ളി നാണയങ്ങൾ, ഡി 3 ദനാറ. ഉത്തരം എ 2 ദനാറ. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട മനുഷ്യന് ആരാണ് അയൽക്കാരനായി വർത്തിച്ചത് എന്ന യേശുവിന്റെ ചോദ്യത്തിന് നിയമജ്ഞൻ പറഞ്ഞ മറുപടി എന്താണ്? എ സമരിയാക്കാരൻ, ബി അവനെ സഹായിച്ചവൻ, സി വിജാതീയൻ, ഡി അവനോട് കരുണ കാണിച്ചവൻ. ഉത്തരം ഡി അവനോട് കരുണ കാണിച്ചവൻ. നീയും പോയി അതുപോലെ ചെയ്യുക എന്ന് ലൂക്ക 10:37 ആരോടാണ് പറയുന്നത്? എ യേശു ഫരിസേയനോട്, ബി യേശു നിയമജ്ഞനോട്, സി ദൈവപുത്രൻ ഫരിസേയനോട്, ഡി മനുഷ്യപുത്രൻ നിയമജ്ഞനോട്. ഉത്തരം ബി യേശു നിയമജ്ഞനോട്. അവർ പോകുന്ന വഴി ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചത് ആരാണ്? എ മർത്ത എന്നു പേരുള്ള ഒരുവൾ, ബി മറിയം എന്നു പേരുള്ള ഒരുവൾ, സി മർത്തായും മറിയവും, ഡി ലാസറിന്റെ സഹോദരിമാർ. ഉത്തരം എ മർത്ത എന്നു പേരുള്ള ഒരുവൾ. അടുത്ത ചോദ്യം, മറിയം എന്നു പേരായ ഒരു സഹോദരി ആർക്കാണ് ഉണ്ടായിരുന്നത്? ലൂക്ക 10:39 നിന്നുമാണ് ഈ ചോദ്യം. എ ലാസറിന്, ബി മർത്തായ്ക്ക്, സി മഗ്ദലന മറിയത്തിന്, ഡി സലോമിക്ക്. ഉത്തരം ബി മർത്തായ്ക്ക്. ആരാണ് കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദത്തെങ്കിൽ ഇരുന്നത്? എ മറിയം, ബി മർത്ത, സി ലാസറിന്റെ സഹോദരി, ഡി മഗ്ദലന മറിയം. ഉത്തരം എ മറിയം. അടുത്ത ചോദ്യം, ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം യേശു എന്താണ് മർത്തായോട് പറഞ്ഞത്? എ അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല, ബി മർത്ത മർത്ത നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു, സി നീയും അവളെ പോലെ നല്ല ഭാഗം തിരഞ്ഞെടുക്കുക. ഉത്തരം എ അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. 11-ാം അധ്യായത്തിന്റെ മോക്ക് ടെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ചോദ്യം 1, കർത്താവെ, യോഹന്നാൻ തന്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്ന് ഈശോയോട് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ ശിഷ്യന്മാർ, ബി യാക്കോബ്, സി ശിഷ്യന്മാരിലൊരുവൻ, ഡി പത്രോസ്. ഉത്തരം സി ശിഷ്യന്മാരിലൊരുവൻ. യേശു പഠിപ്പിച്ച പ്രാർത്ഥന രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു സുവിശേഷ ഭാഗം ഏതാണ്? ഓപ്ഷൻസ് എ മത്തായി 6-ാം അധ്യായം 9 മുതൽ 15 വരെ, ബി യോഹന്നാൻ 6-ാം അധ്യായം 9 മുതൽ 15 വരെ, സി മാർക്കോസ് 6-ാം അധ്യായം 9 മുതൽ 15 വരെ, ഡി മത്തായി 7-ാം അധ്യായം 9 മുതൽ 14 വരെ. ഉത്തരം എ മത്തായി 6-ാം അധ്യായം 9 മുതൽ 15 വരെ. ചോദ്യം 3, ലൂക്കായുടെ സുവിശേഷം 11:9 ഉദ്ധരിക്കുക. ഓപ്ഷൻസ് എ ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും, ബി അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു, സി അന്നന്ന് വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ, ഡി സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ഉത്തരം എ ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദ്യം 4, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് അധികമായി നൽകുന്നത് എന്താണ്? ഓപ്ഷൻസ് എ ദൈവരാജ്യം, ബി ആഹാരം, സി ദൈവത്തിന്റെ കരുണ, ഡി പരിശുദ്ധാത്മാവ്. ഉത്തരം ഡി പരിശുദ്ധാത്മാവ്. ചോദ്യം 5, അർദ്ധരാത്രിയിൽ അപ്പം ചോദിച്ചു വന്നവനോട് സ്നേഹിതൻ എന്തു മറുപടിയാണ് പറഞ്ഞത്? ഓപ്ഷൻസ് എ കഥ കടച്ചു കഴിഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ്, എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കുകയില്ല, ബി എന്നെ ഉപദ്രവിക്കരുത്, കഥ കടച്ചു കഴിഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ്, എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കുകയില്ല, സി എന്നെ നിർബന്ധിക്കരുത്,
കഥ കടച്ചു കഴിഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ്, എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കുകയില്ല. എടി, കഥ കടച്ചു കഴിഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളും കിടക്കയിലാണ്, നിനക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ല. ഉത്തരം ഓപ്ഷൻ ബി, എന്നെ ഉപദ്രവിക്കരുത്, കഥ കടച്ചു കഴിഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ്, എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കുകയില്ല. ഇങ്ങനെ 4 കാര്യങ്ങളാണ് സ്നേഹിതൻ അപ്പം ചോദിച്ചു വന്നവനോട് പറയുന്നത്. ചോദ്യം 6. എങ്ങനെയാണെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് യേശു ലൂക്ക 11:20 പറയുന്നത്? ഓപ്ഷൻസ്: എ, സ്വർഗത്തിൽ നിന്നുള്ള ശക്തി കൊണ്ടാണ് താൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ. ബി, അത്യുന്നതങ്ങളിൽ നിന്നുള്ള ശക്തി കൊണ്ടാണ് താൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ. സി, നിങ്ങൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുകയാണെങ്കിൽ. ഡി, ദൈവകരം കൊണ്ടാണ് താൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ. ഉത്തരം ഡി, ദൈവകരം കൊണ്ടാണ് താൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ. ചോദ്യം 7. എപ്പോഴാണ് ഒരുവന്റെ വസ്തുക്കൾ സുരക്ഷിതമായിരിക്കുന്നത്? ഓപ്ഷൻസ്: എ, ശക്തൻ തന്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ. ബി, ആയുധധാരികൾ തന്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ. സി, ശക്തൻ ആയുധധാരിയായി തന്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ. ഡി, പടയാളികൾ ആയുധധാരിയായി തന്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ. ഉത്തരം സി, ശക്തൻ ആയുധധാരിയായി തന്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ. ചോദ്യം 8. എന്നോടുകൂടെ ശേഖരിക്കാത്തവന് എന്ത് സംഭവിക്കുന്നു എന്നാണ് യേശു ലൂക്ക 11:23 പറയുന്നത്? ഓപ്ഷൻസ്: എ, എനിക്കെതിരാകുന്നു. ബി, ചിതറിച്ചു കളയുന്നു. സി, എന്നെ അനുഗമിക്കുവാൻ യോഗ്യനല്ല. ഡി, ദൈവരാജ്യത്തിൽ നിന്നും അകലെയാണ്. ഉത്തരം ഓപ്ഷൻ ബി, ചിതറിച്ചു കളയുന്നു. ചോദ്യം 9. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ എവിടെയാണ് ആശ്വാസം തേടി അലഞ്ഞു നടക്കുന്നത്? ഓപ്ഷൻസ്: എ, വരണ്ട നിലത്തിലൂടെ. ബി, മരുഭൂമിയിലൂടെ. സി, വിജന പ്രദേശങ്ങളിലൂടെ. ഡി, വരണ്ട സ്ഥലങ്ങളിലൂടെ. ഉത്തരം ഓപ്ഷൻ ഡി, വരണ്ട സ്ഥലങ്ങളിലൂടെ. ചോദ്യം 10. ഒരുവനെ വിട്ടുപോയി അശുദ്ധാത്മാവ് അവനിലേക്ക് തിരിച്ചു വന്ന് വാസമുറപ്പിക്കുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻസ്: എ, തന്നേക്കാൾ ദുഷ്ടരായ മറ്റേഴ് അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന്. ബി, തന്നേക്കാൾ ശക്തരായ മറ്റേഴ് അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന്. സി, തന്നേക്കാൾ ദുഷ്ടരും ശക്തരുമായ മറ്റേഴ് അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന്. ഡി, തന്നേക്കാൾ ദുഷ്ടരായ മറ്റ് അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന്. ഉത്തരം ഓപ്ഷൻ എ, തന്നേക്കാൾ ദുഷ്ടരായ മറ്റേഴ് അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന്. ചോദ്യം 11. അവൻ എന്തിനെക്കുറിച്ച് അരുളി ചെയ്യുമ്പോഴാണ് ജനക്കൂട്ടത്തിൽ നിന്നും ഒരു സ്ത്രീ നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്? ഓപ്ഷൻസ്: എ, പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച്. ബി, അശുദ്ധാത്മാവിന്റെ തിരിച്ചുവരവിനെ കുറിച്ച്. സി, എന്നോട് കൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്. ഡി, യോനായുടെ അടയാളം. ഉത്തരം ഓപ്ഷൻ ബി, അശുദ്ധാത്മാവിന്റെ തിരിച്ചുവരവിനെ കുറിച്ച്. ചോദ്യം 12. യോന നിനവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ ആർക്ക് അടയാളമായിരിക്കും? ഓപ്ഷൻസ്: എ, ദൈവപുത്രൻ ഈ തലമുറയ്ക്ക്. ബി, മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്ക്. സി, യേശു വരുവാനിരിക്കുന്ന തലമുറയ്ക്ക്. ഡി, മനുഷ്യപുത്രൻ എല്ലാ തലമുറകൾക്കും. ഉത്തരം ഓപ്ഷൻ ബി, മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്ക്. ചോദ്യം 13. വിധി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ, ഷേബ രാജ്ഞി. ബി, സോളമൻ. സി, ദക്ഷിണദേശത്തെ രാജ്ഞി. ഡി, യോന. സി, ദക്ഷിണദേശത്തെ രാജ്ഞി. ചോദ്യം 14. എന്തുകൊണ്ടാണ് ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യുമെന്ന് യേശു പറയുവാൻ കാരണം? ഓപ്ഷൻസ്: എ, ഈ തലമുറ ദുഷിച്ചതായതുകൊണ്ട്. ബി, ഈ തലമുറ അടയാളം ചോദിച്ചതുകൊണ്ട്. സി, സോളമന്റെ വിജ്ഞാനം ശ്രമിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നതുകൊണ്ട്. ഡി, അവൾ ദക്ഷിണദേശത്തു നിന്ന് വന്നതുകൊണ്ട്. സി, സോളമന്റെ വിജ്ഞാനം ശ്രമിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നതുകൊണ്ട്.
ചോദ്യം 15. വിധി ദിനത്തിൽ ഈ തലമുറയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ സോളമൻ, ബി നിനവേ നിവാസികൾ, സി ദക്ഷിണദേശത്തെ രാജ്ഞി, ഡി യോന. ഉത്തരം ഓപ്ഷൻ ബി നിനവേ നിവാസികൾ. ചോദ്യം 16. എന്തുകൊണ്ടാണ് നിനവേ നിവാസികൾ വിധി ദിനത്തിൽ ഈ തലമുറയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യുന്നത്? ഓപ്ഷൻസ്: എ യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു, ബി യോനായുടെ പ്രസംഗം കേട്ട് അവർ ചാരം പൂശി ചാക്കുടുത്തു, സി യോനായുടെ പ്രസംഗം കേട്ട് അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ചു, ഡി യോനായുടെ പ്രസംഗം കേട്ട് പശ്ചാത്തപിച്ച് അവർ പാപപരിഹാരം ചെയ്തു. ഉത്തരം ഓപ്ഷൻ എ യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു. യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു. ചോദ്യം 17. വിളക്ക് കൊളുത്തി ആരും എവിടെ വയ്ക്കാറില്ല എന്നാണ് ലൂക്ക 11:33 പറയുന്നത്? ഓപ്ഷൻസ്: എ നിലവറയിലോ കട്ടിലിന്റെ അടിയിലോ, ബി നിലവറയിലോ പറയുടെ കീഴിലോ, സി പറയുടെ കീഴിലോ പീഠത്തിന്റെ അടിയിലോ, ഡി പാത്രത്തിന്റെ അടിയിലോ പറയുടെ കീഴിലോ. ഉത്തരം ഓപ്ഷൻ ബി നിലവറയിലോ പറയുടെ കീഴിലോ. നിലവറയിലോ പറയുടെ കീഴിലോ. ചോദ്യം 18. ഒരു ഫരിസേയൻ തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് അവനെ ക്ഷണിച്ചത് എപ്പോഴാണ്? ഓപ്ഷൻസ്: എ ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ, ബി അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സി പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ, ഡി അപ്പം വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ. ഉത്തരം ഓപ്ഷൻ ബി അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ. ഭക്ഷണത്തിന് മുമ്പ് യേശു കഴുകി ശുദ്ധി വരുത്താഞ്ഞതിനെ പറ്റി അത്ഭുതപ്പെട്ടതാരാണ്? ഓപ്ഷൻസ്: എ ഫരിസേയൻ, ബി തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് യേശുവിനെ ക്ഷണിച്ച ഫരിസേയൻ, സി അവൻ്റെ കൂടെ ഭക്ഷണത്തിനിരുന്നവർ, ഡി നിയമജ്ഞരും ഫരിസേയരും. ഉത്തരം ഓപ്ഷൻ ബി തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് യേശുവിനെ ക്ഷണിച്ച ഫരിസേയൻ. ചോദ്യം 20. കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നത് ആരാണ്? എ നിയമജ്ഞർ, ബി ഫരിസേയർ, സി യഹൂദർ, ഡി നിയമജ്ഞരും ഫരിസേയരും. ഉത്തരം ഓപ്ഷൻ ബി ഫരിസേയർ. ചോദ്യം 21. ആരുടെ അകമാണ് കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻസ്: എ നിയമജ്ഞരുടെ, ബി ഫരിസേയരുടെ, സി യഹൂദരുടെ, ഡി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും. ഉത്തരം ഓപ്ഷൻ ബി ഫരിസേയരുടെ. ചോദ്യം 22. ലൂക്ക 11:41 പ്രകാരം എപ്പോഴാണ് ഫരിസേയർക്ക് എല്ലാം ശുദ്ധമായിരിക്കുന്നത്? ഓപ്ഷൻസ്: എ തങ്ങൾക്കുള്ളവ ദാനം ചെയ്യുമ്പോൾ, ബി മറ്റുള്ളവരെ സഹായിക്കാൻ ചെറുവിരൽ അനക്കുമ്പോൾ, സി പാത്രങ്ങളുടെയും കോപ്പകളുടെയും പുറവും അകവും കഴുകുമ്പോൾ, ഡി തങ്ങളെ എളിമപ്പെടുത്തുമ്പോൾ. ഉത്തരം ഓപ്ഷൻ എ തങ്ങൾക്കുള്ളവ ദാനം ചെയ്യുമ്പോൾ. ചോദ്യം 23. താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ ഫരിസേയർ, ബി നിയമജ്ഞർ, സി യഹൂദ പ്രമാണികൾ, ഡി ഫരിസേയരും നിയമജ്ഞരും. ഉത്തരം ബി നിയമജ്ഞർ. ചോദ്യം 24. ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പസ്തോലന്മാരെയും അയക്കും, അവരിൽ ചിലരെ അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ പ്രവാചകന്മാർ, ബി ദൈവത്തിന്റെ ജ്ഞാനം, സി ദൈവത്തിന്റെ ആത്മാവ്, ഡി പരിശുദ്ധാത്മാവ്. ഉത്തരം ഓപ്ഷൻ ബി ദൈവത്തിന്റെ ജ്ഞാനം. ചോദ്യം 25. ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വെച്ച് കൊല്ലപ്പെട്ട പ്രവാചകൻ ആരാണ്? ഓപ്ഷൻസ്: എ ആബേൽ, ബി ജെറമിയ, സി സക്കറിയ, ഡി യോന. ഉത്തരം ഓപ്ഷൻ സി സക്കറിയ. ചോദ്യം 26. വിജ്ഞാനത്തിന്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ ഫരിസേയർ, ബി നിയമജ്ഞർ, സി യഹൂദ പ്രമാണികൾ,
ഡി ഫരിസേയരും നിയമജ്ഞരും? ഉത്തരം ഓപ്ഷൻ ബി നിയമജ്ഞർ. ചോദ്യം 27. വിജ്ഞാനത്തിന്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നുവെങ്കിലും അകത്ത് പ്രവേശിക്കാത്തവർ ആരാണ്? ഓപ്ഷൻസ്: എ നിയമജ്ഞർ, ബി ഫരിസേയർ, സി യഹൂദ പ്രമാണികൾ, ഡി ഫരിസേയരും നിയമജ്ഞരും. ഉത്തരം ഓപ്ഷൻ എ നിയമജ്ഞർ. ചോദ്യം 28. നിങ്ങളോ അകത്ത് പ്രവേശിച്ചില്ല, പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന് യേശു ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? ഓപ്ഷൻസ്: എ പ്രധാന പുരോഹിതരെ, ബി യഹൂദ പ്രമാണിമാരെ, സി നിയമജ്ഞരെ, ഡി ഫരിസേയരെ. ഉത്തരം ഓപ്ഷൻ സി നിയമജ്ഞരെ. ചോദ്യം 29. അവൻ അവിടെ നിന്ന് പോകവെ കോപാകുലരായി പല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ യേശുവിനെ പ്രേരിപ്പിച്ചതാരാണ്? ഓപ്ഷൻസ്: എ സദുക്കായർ, ബി നിയമജ്ഞരും ഫരിസേയരും, സി നിയമജ്ഞർ, ഡി ഫരിസേയർ. ഉത്തരം ഓപ്ഷൻ ബി നിയമജ്ഞരും ഫരിസേയരും. ചോദ്യം 30. അവൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ തക്കം നോക്കുകയും ചെയ്തതാരാണ്? ഓപ്ഷൻസ്: എ പ്രധാന പുരോഹിതർ, ബി നിയമജ്ഞരും ഫരിസേയരും, സി നിയമജ്ഞർ, ഡി വേദശാസ്ത്രികൾ. ഉത്തരം ഓപ്ഷൻ ബി നിയമജ്ഞരും ഫരിസേയരും. 12-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇരിക്കുന്നത്. ചോദ്യം 1. ഫരിസേയരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം തിങ്ങിക്കൂടിയ ആയിരക്കണക്കിന് ജനങ്ങളോട്, ബി ശിഷ്യരോട്, സി ജനക്കൂട്ടത്തോട്, ഡി തനിക്ക് ചുറ്റും കൂടിയ ജനങ്ങളോട്. ഉത്തരം ബി ശിഷ്യരോട്. ചോദ്യം 2. പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ നിങ്ങൾ ഇരുട്ടത്ത് സംസാരിച്ചത്, ബി നിഗൂഢമായിരിക്കുന്നത്, സി അന്ധകാരത്തിൽ നിങ്ങളോട് മന്ത്രിച്ചത്, ഡി വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ ഡി വീട്ടിൽ സ്വകാര്യ മുറിയിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത്. ചോദ്യം 3. ലൂക്ക 12:4 ഈശോ എന്റെ സ്നേഹിതരെ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻസ്: എ ജനക്കൂട്ടത്തെ, ബി തനിക്ക് ചുറ്റും തിങ്ങിക്കൂടിയ ജനങ്ങളെ, സി ശിഷ്യരെ, ഡി ഈശോയെ അനുഗമിച്ചവരെ. ഉത്തരം സി ശിഷ്യരെ. ചോദ്യം 4. ലൂക്ക 12:5 ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഓപ്ഷൻസ്: എ ശരീരത്തെ കൊല്ലുന്നവരെ, ബി ശരീരത്തെ കൊന്നതിന് ശേഷം നിത്യാഗ്നിയിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ, സി കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ, ഡി ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവനെ. ഉത്തരം സി കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ. ചോദ്യം 5. അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. എന്താണ് വിസ്മരിക്കപ്പെടുന്നില്ലാത്തത്? ഓപ്ഷൻസ്: എ കുരുവികൾ, ബി വയലിലെ ലില്ലികൾ, സി 2 നാണയത്തുട്ടിന് വിൽക്കപ്പെടുന്ന 5 കുരുവികൾ, ഡി ആകാശത്തിലെ പറവകൾ. ഉത്തരം ഓപ്ഷൻ സി 2 നാണയത്തുട്ടിന് വിൽക്കപ്പെടുന്ന 5 കുരുവികൾ. ചോദ്യം 6. ലൂക്ക 12:7 ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം യേശു എന്താണ് ശിഷ്യന്മാരോട് പറഞ്ഞത്? ഓപ്ഷൻസ്: എ നിങ്ങളുടെ തലമുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു, ബി നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ്, സി പക്ഷികളേക്കാൾ നിങ്ങൾ വിലപ്പെട്ടവരാണ്, ഡി എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഉത്തരം ഓപ്ഷൻ ബി നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ്. ചോദ്യം 7. ആരുടെ മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോഴാണ് നിങ്ങൾ എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കും എന്നും എന്ത് പറയുമെന്നും ഉത്കണ്ഠാകുലരാകേണ്ട എന്ന് യേശു ശിഷ്യരോട് പറയുന്നത്? ഓപ്ഷൻസ്: എ സിനഗോഗുകളിലും അധികാരികളുടെയും മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ, ബി അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ,
സി സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ. ഡി അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും പ്രധാന പുരോഹിതന്മാരുടെയും മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ. ഉത്തരം സി സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ. ചോദ്യം 8. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ലൂക്ക 12:12 യേശു പറയുന്ന ആ സമയം ഏതാണ്? ഓപ്ഷൻസ്: എ സിനഗോഗുകളിലും പ്രധാന പുരോഹിതന്മാരുടെയും മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ. ബി അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ. സി സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ. ഡി ന്യായാസനത്തിന് മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ. ഉത്തരം സി സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ. ചോദ്യം 9. യേശു എപ്പോഴാണ് ഭോഷനായ ധനികന്റെ ഉപമ പറഞ്ഞത്? ഓപ്ഷൻസ്: എ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ പിതൃസ്വത്ത് താനുമായി പങ്കുവയ്ക്കുവാൻ തന്റെ സഹോദരനോട് കൽപ്പിക്കണമെന്ന് അപേക്ഷിച്ചപ്പോൾ. ബി ദൈവപരിപാലനയിലുള്ള ആശ്രയത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ. സി വയലിലെ ലില്ലികളുടെ ഉപമ പറഞ്ഞതിന് ശേഷം. ഡി സദാ ജാഗരൂകരായ വൃദ്ധന്മാരെ കുറിച്ച് പറഞ്ഞതിന് ശേഷം. ഉത്തരം എ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ പിതൃസ്വത്ത് താനുമായി പങ്കുവയ്ക്കുവാൻ തന്റെ സഹോദരനോട് കൽപ്പിക്കണമെന്ന് അപേക്ഷിച്ചപ്പോൾ. ചോദ്യം 10. ലൂക്ക 12:15 ജാഗരൂകരായിരിക്കുവിൻ എന്ന് പറഞ്ഞതിന് ശേഷം യേശു എന്താണ് ശിഷ്യന്മാരോട് പറയുന്നത്? ഓപ്ഷൻസ്: എ മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ബി എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. സി നിങ്ങളുടെ തലമുടിയുടെ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഡി പഴകിപ്പോകാത്ത പണസഞ്ചി കരുതി വയ്ക്കുവിൻ. ഉത്തരം ബി എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. ചോദ്യം 11. എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ ഭൗതിക മനുഷ്യർ. ബി ആകുലചിത്തരായവർ. സി ഈ ലോകത്തിന്റെ ജനതകൾ. ഡി ലോകത്തിന്റെ മക്കൾ. ഉത്തരം സി ഈ ലോകത്തിന്റെ ജനതകൾ. ചോദ്യം 12. ആരാണ് കാക്കകളെ തീറ്റിപ്പോറ്റുന്നത്? ഓപ്ഷൻസ്: എ നിങ്ങളുടെ പിതാവ്. ബി കർത്താവായ ദൈവം. സി പിതാവായ ദൈവം. ഡി ദൈവം. ഉത്തരം ഓപ്ഷൻ ഡി ദൈവം. ചോദ്യം 13. അനേകം കുരുവികളെക്കാൾ വിലപ്പെട്ടവർ ആരാണ്? ഓപ്ഷൻസ്: എ ശിഷ്യന്മാർ. ബി വചനം ശ്രവിക്കുവാൻ തിങ്ങിക്കൂടിയ ജനങ്ങൾ. സി യേശുവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഡി മനുഷ്യർ. ഉത്തരം എ ശിഷ്യന്മാർ. ചോദ്യം 14. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ പരാമർശിക്കപ്പെടുന്ന പക്ഷികൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ്: എ കുരുകിൽ പക്ഷികൾ കാക്കകൾ. ബി കുരുവികൾ കാക്കകൾ. സി ആകാശത്തിലെ പറവകൾ കാക്കകൾ. ഡി കുരുവികൾ കാക്കകൾ പ്രാവുകൾ. ഉത്തരം ബി കുരുവികൾ കാക്കകൾ. ചോദ്യം 15. ലൂക്ക 12:31 ഉദ്ധരിക്കുക. ഓപ്ഷൻസ്: എ ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ബി നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, അവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. സി നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. ഡി എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. ഉത്തരം ബി നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ചോദ്യം 16. ലൂക്ക 12:32 യേശു ശിഷ്യന്മാരെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്തത്? ഓപ്ഷൻസ്: എ ചെറിയ അജഗണമേ. ബി ചെറിയ ആട്ടിൻകൂട്ടമേ. സി എൻ്റെ കുഞ്ഞുമക്കളെ. ഡി എൻ്റെ സഹോദരരെ. ഉത്തരം എ ചെറിയ അജഗണമേ. ചോദ്യം 17. ലൂക്ക 12:32 യേശു ആരെയാണ് ചെറിയ അജഗണമേ എന്ന് സംബോധന ചെയ്യുന്നത്? ഓപ്ഷൻസ്: എ തനിക്ക് ചുറ്റും തിങ്ങിക്കൂടിയ ജനക്കൂട്ടത്തെ. ബി 72 പേരെ. സി ശിഷ്യന്മാരെ. ഡി തന്നെ അനുഗമിച്ചവരെ. ഉത്തരം സി ശിഷ്യന്മാരെ. ചോദ്യം 18.
ചെറിയ അജഗണമേ എന്ന് വിളിച്ചതിന് ശേഷം യേശു ശിഷ്യന്മാരോട് എന്താണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ, നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ. ബി, ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. സി, പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ. ഡി, സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവയ്ക്കുവിൻ. ഉത്തരം ബി, ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ചോദ്യം 19. ചിതൽ നശിപ്പിക്കുകയില്ലാത്തത് എന്താണ്? ഓപ്ഷൻസ്: എ, ദൈവരാജ്യത്തിൽ നിങ്ങൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന നിക്ഷേപം. ബി, സ്വർഗത്തിൽ നിങ്ങൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന നിക്ഷേപം. സി, സ്വർഗത്തിൽ സംഭരിച്ചു വച്ചിരിക്കുന്ന ഒടുങ്ങാത്ത നിക്ഷേപം. ഡി, ദൈവസന്നിധിയിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന സമ്പത്ത്. ഉത്തരം സി, സ്വർഗത്തിൽ സംഭരിച്ചു വച്ചിരിക്കുന്ന ഒടുങ്ങാത്ത നിക്ഷേപം. ചോദ്യം 20. നിങ്ങൾ അരമുറിക്കുകയും വിളക്ക് കത്തിച്ചും ഇരിക്കുവിൻ എന്ന് ലൂക്ക 12:35 ഈശോ ആരോടാണ് പറയുന്നത്? ഓപ്ഷൻസ്: എ, തന്നെ അനുഗമിച്ച സ്ത്രീകളോട്. ബി, തനിക്ക് ചുറ്റും തിങ്ങിക്കൂടിയ ജനക്കൂട്ടത്തോട്. സി, ശിഷ്യന്മാരോട്. ഡി, യേശു വചനം പ്രഘോഷിക്കാനായി തിരഞ്ഞെടുത്തവരോട്. ഉത്തരം സി, ശിഷ്യന്മാരോട്. ചോദ്യം 21. നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് ആർക്കറിയാമെന്നാണ് ഈശോ ലൂക്ക 12:30 പറയുന്നത്? ഓപ്ഷൻസ്: എ, നിങ്ങളുടെ പിതാവിന്. ബി, നിങ്ങളുടെ സൃഷ്ടാവിന്. സി, ദൈവത്തിന്. ഡി, കർത്താവിന്. ഉത്തരം എ, നിങ്ങളുടെ പിതാവിന്. ചോദ്യം 22. ഈ ലോകത്തിന്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം യേശു അരുളി ചെയ്യുന്ന വാക്യം ഏതാണ്? ഓപ്ഷൻസ്: എ, എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട. ബി, എന്ത് ഭക്ഷിക്കുമെന്ന ജീവനെ പറ്റിയോ എന്ത് ധരിക്കുമെന്ന ശരീരത്തെ പറ്റിയോ ആകുലരാകേണ്ട. സി, നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. ഡി, നിങ്ങൾ ആകുലചിത്തരാകേണ്ട. ഉത്തരം സി, നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. ചോദ്യം 23. എങ്ങനെയുള്ള ഭൃത്യന്മാരാണ് ഭാഗ്യവാന്മാർ? ഓപ്ഷൻസ്: എ, യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ. ബി, യജമാനൻ വരുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കുന്ന ഭൃത്യന്മാർ. സി, അരമുറിക്കുകയും വിളക്ക് കത്തിച്ചും ഇരിക്കുന്ന ഭൃത്യന്മാർ. ഡി, യജമാനന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭൃത്യന്മാർ. ഉത്തരം എ, യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ. ചോദ്യം 24. നിങ്ങൾ അരമുറിക്കുകയും വിളക്ക് കത്തിച്ചും ഇരിക്കുവിൻ എന്ന് ലൂക്ക 12:35 ഈശോ ആരോടാണ് പറയുന്നത്? ഓപ്ഷൻസ്: എ, തന്നെ അനുഗമിച്ച സ്ത്രീകളോട്. ബി, തനിക്ക് ചുറ്റും തിങ്ങിക്കൂടിയ ജനക്കൂട്ടത്തോട്. സി, ശിഷ്യന്മാരോട്. ഡി, യേശു വചനം പ്രഘോഷിക്കാനായി തിരഞ്ഞെടുത്തവരോട്. ഉത്തരം ഓപ്ഷൻ സി, ശിഷ്യന്മാരോട്. ചോദ്യം 25. കർത്താവെ, നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ എന്ന് ചോദിച്ചതാരാണ്? ഓപ്ഷൻസ്: എ, ശിഷ്യന്മാർ. ബി, യാക്കോബും യോഹന്നാനും. സി, പത്രോസ്. ഡി, ഫിലിപ്പോസ്. ഉത്തരം സി, പത്രോസ്. ചോദ്യം 26. എങ്ങനെയുള്ള ഭൃത്യനാണ് കഠിനമായി പ്രഹരിക്കപ്പെടുന്നത്? ഓപ്ഷൻസ്: എ, തന്റെ യജമാനൻ വരാൻ വൈകുമെന്നുള്ളിൽ കരുതി യജമാനന്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കുകയും തിന്നുകുടിച്ച് ഉന്മത്തനാകുകയും ചെയ്യുന്ന ഭൃത്യൻ. ബി, യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ. സി, യജമാനൻ മുട്ടുന്ന ഉടനെ വാതിൽ തുറന്നു കൊടുക്കാത്ത ഭൃത്യൻ. ഡി, യജമാനനെ സ്വീകരിക്കാൻ അരമുറിക്കുകയും വിളക്ക് കത്തിച്ചും ഇരിക്കാത്ത ഭൃത്യൻ. ഉത്തരം ബി, യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ. ചോദ്യം 27. ലൂക്ക 12:40 നിങ്ങളും ഒരുങ്ങിയിരിക്കുവിനെന്ന് എന്തുകൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഓപ്ഷൻസ്: എ, എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത്. ബി, അവൻ രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നാലും അവർ ഒരുക്കമുള്ളവരായി കാണപ്പെടാൻ. സി, യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതരായി കാണപ്പെടുന്നതിന് വേണ്ടി. ഡി, സ്വർഗരാജ്യത്തിൽ നിന്നും തള്ളിക്കളയാതിരിക്കപ്പെടുന്നതിന് വേണ്ടി. ഉത്തരം ഓപ്ഷൻ എ, എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത്.
കപടനാട്യക്കാരെ എന്ന് ലൂക്ക 12:56 ഈശോ വിളിച്ചത് ആരെയാണ്? ഓപ്ഷൻസ്: എ ഫരിസേയരെ, ബി നിയമജ്ഞരെ, സി ജനക്കൂട്ടത്തെ, ഡി ഫരിസേയരെയും നിയമജ്ഞരെയും. ഉത്തരം സി ജനക്കൂട്ടത്തെ. ചോദ്യം 29. കപടനാട്യക്കാരെ, ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം എന്ന് അരുളി ചെയ്തതിനു ശേഷം ഈശോ എന്താണ് അവരോട് പറഞ്ഞത്? ഓപ്ഷൻസ്: എ എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാത്തത് എന്തുകൊണ്ട്? ബി പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ എങ്ങനെ അറിയുന്നു? സി എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല? ഡി എന്നാൽ ഈ കാലത്തിന്റെ അടയാളങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഉത്തരം ഓപ്ഷൻ എ എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട്. ചോദ്യം 30. നീ നിന്റെ ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻസ്: എ അവൻ നിന്നെ ന്യായാധിപന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ബി അവൻ നിന്നെ കാരാഗൃഹ പാലകനെ ഏൽപ്പിക്കും. സി അവൻ നിന്നെ ന്യായാധിപന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കാരാഗൃഹ പാലകനെ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും. ഡി കാരാഗൃഹ പാലകൻ നിന്നെ തടവിലാക്കും. ഉത്തരം ഓപ്ഷൻ സി അവൻ നിന്നെ ന്യായാധിപന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കാരാഗൃഹ പാലകനെ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും. അടുത്ത ചോദ്യം: നീ നിന്റെ ശത്രുവിന്റെ കൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ എവിടെ വെച്ച് അവനുമായി രമ്യതപ്പെടുവാനാണ് യേശു പറയുന്നത്? ഓപ്ഷൻസ്: എ അധികാരിയുടെ അടുത്ത് വെച്ച്, ബി വഴിയിൽ വെച്ച്, സി ന്യായാധിപന്റെ മുൻപിൽ വെച്ച്, ഡി കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്നതിന് മുമ്പ്. ഉത്തരം ബി വഴിയിൽ വെച്ച്. ചോദ്യം 32. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്താത്തതായ ഏത് സുവിശേഷ ഭാഗമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിലുള്ളത്? ഓപ്ഷൻസ്: എ സദാ ജാഗരൂകരായ ഭൃത്യന്മാർ, ബി ദൈവപരിപാലനയിൽ ആശ്രയം, സി കാലത്തിന്റെ അടയാളങ്ങൾ വിവേചിക്കുവിൻ, ഡി ഭോഷനായ ധനികൻ. ഉത്തരം ഡി ഭോഷനായ ധനികൻ. ചോദ്യം 33. ലൂക്ക 11:49 അനുസരിച്ച് താൻ എന്തിനാണ് ഭൂമിയിൽ വന്നതെന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻസ്: എ ഭൂമിയിൽ ഒരു വാളിടാൻ, ബി ഒരു സ്നാനം സ്വീകരിക്കാൻ, സി തീയിടാൻ, ഡി പാപികളെ അനുതാപത്തിലേക്ക് വിളിക്കുവാൻ. ഉത്തരം തീയിടാൻ. ചോദ്യം 34. പരസ്പരം ഭിന്നിച്ചിരിക്കുന്ന എത്ര പേർ ഇനിമേൽ ഒരു വീട്ടിൽ ഉണ്ടായിരിക്കുമെന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻസ്: എ 3 പേർ, ബി 4 പേർ, സി 5 പേർ, ഡി 6 പേർ. ഉത്തരം സി 5 പേർ. ചോദ്യം 35. ലൂക്ക 12-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻസ്: എ 50, ബി 55, സി 68, ഡി 59. ഉത്തരം ഡി 59. അടുത്തത് 13-ാം അധ്യായത്തിന്റെ മോക്ക് ടെസ്റ്റ് ആണ്. ചോദ്യം 1. ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി കലർത്തിയത് ആരാണ്? ഓപ്ഷൻസ്: എ ഹെറോദേസ്, ബി പീലാത്തോസ്, സി അന്തിപ്പാസ്, ഡി ഫിലിപ്പ്. ഉത്തരം ഓപ്ഷൻ ബി പീലാത്തോസ്. ചോദ്യം 2. ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആരാണ് യേശുവിനെ അറിയിച്ചത്? ഓപ്ഷൻസ്: എ ശിഷ്യന്മാർ, ബി ജനങ്ങൾ, സി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ, ഡി പത്രോസ്. ഉത്തരം സി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ. ചോദ്യം 3. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും എപ്രകാരം നശിക്കുമെന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻസ്: എ ബലികളിൽ തങ്ങളുടെ രക്തം കൂടി പീലാത്തോസിനാൽ കലർത്തപ്പെട്ട ഗലീലിയക്കാരായ ഏതാനും പേരെ പോലെ, ബി അവിശ്വാസികളെ പോലെ, സി സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട 18 പേരെ പോലെ, ഡി ബലികളിൽ തങ്ങളുടെ രക്തം കൂടി പീലാത്തോസിനാൽ കലർത്തപ്പെട്ട ഗലീലിയക്കാരായ ഏതാനും പേരെ പോലെയും സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട 18 പേരെ പോലെയും.
ഉത്തരം ഡി. ബലികളിൽ തങ്ങളുടെ രക്തം കൂടി പീലാത്തോസിനാൽ കലർത്തപ്പെട്ട ഗലീലിയക്കാരായ ഏതാനും പേരെ പോലെയും ശൂലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട 18 പേരെ പോലെയും. ചോദ്യം 4. അത്തിവൃക്ഷത്തിന്റെ ഉപമയിലെ അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചത് എവിടെയാണ്? ഓപ്ഷൻസ്: എ. മുന്തിരിത്തോട്ടത്തിൽ, ബി. തോട്ടത്തിൽ, സി. ഗോതമ്പ് വയലിൽ, ഡി. മുന്തിരിച്ചെടികൾക്കിടയിൽ. ഉത്തരം എ. മുന്തിരിത്തോട്ടത്തിൽ. ചോദ്യം 5. മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ എത്ര വർഷമാണ് അത്തിവൃക്ഷത്തിൽ പഴം തേടി വന്നത്? ഓപ്ഷൻസ്: എ. 2 വർഷം, ബി. 3 വർഷം, സി. 4 വർഷം, ഡി. 1 വർഷം. ഉത്തരം ഓപ്ഷൻ ബി. 3 വർഷം. ചോദ്യം 6. കൂനുള്ള സ്ത്രീയെ ഒരു ശാപത്തിൽ എവിടെ വെച്ചാണ് അവൻ സുഖപ്പെടുത്തിയത്? ഓപ്ഷൻസ്: എ. ഒരു സിനഗോഗിൽ വെച്ച്, ബി. കഫർനാമിലെ സിനഗോഗിൽ വെച്ച്, സി. ഗലീലിലെ സിനഗോഗിൽ വെച്ച്, ഡി. നസ്രത്തിലെ സിനഗോഗിൽ വെച്ച്. ഉത്തരം എ. ഒരു സിനഗോഗിൽ വെച്ച്. ചോദ്യം 7. കൂനുണ്ടായിരുന്ന സ്ത്രീക്ക് ആത്മാവ് ബാധിച്ച് എത്ര വർഷമാണ് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാതിരുന്നത്? ഓപ്ഷൻസ്: എ. 18 വർഷം, ബി. 20 വർഷം, സി. 3 വർഷം, ഡി. 16 വർഷം. ഉത്തരം എ. 18 വർഷം. ചോദ്യം 8. കൂനുള്ള സ്ത്രീയെ കണ്ടപ്പോൾ അവളെ അടുത്ത് വിളിച്ച് യേശു എന്താണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ. സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു, ബി. സ്ത്രീയെ, നിന്റെ പാപങ്ങളിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു, സി. സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ഡി. സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിവർന്നു നിൽക്കുക. ഉത്തരം എ. സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. ചോദ്യം 9. യേശു ശാപത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ചത് ആരാണ്? ഓപ്ഷൻസ്: എ. നിയമജ്ഞരും ഫരിസേയരും, ബി. യഹൂദ പ്രമാണികൾ, സി. സിനഗോഗ് അധികാരി, ഡി. പുരോഹിതർ. ഉത്തരം സി. സിനഗോഗ് അധികാരി. ചോദ്യം 10. ജനക്കൂട്ടം മുഴുവൻ അവൻ ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെക്കുറിച്ച് എന്ത് ചെയ്തു? ഓപ്ഷൻസ്: എ. സന്തോഷിച്ചു, ബി. വിസ്മയിച്ചു, സി. മറ്റുള്ളവരെ അറിയിച്ചു, ഡി. അവനെ വാഴ്ത്തി. ഉത്തരം ഓപ്ഷൻ എ. സന്തോഷിച്ചു. ചോദ്യം 11. എന്താണ് ഒരുവൻ തന്റെ തോട്ടത്തിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യമായിട്ടുള്ളത്? ഓപ്ഷൻസ്: എ. സ്വർഗരാജ്യം, ബി. ദൈവരാജ്യം, സി. ദൈവത്തിന്റെ രാജ്യം, ഡി. ദൈവത്തിന്റെ ആലയം. ഉത്തരം ഓപ്ഷൻ ബി. ദൈവരാജ്യം. ചോദ്യം 12. അവൻ എവിടെ പഠിപ്പിച്ചുകൊണ്ടാണ് ജെറുസലേമിലേക്ക് യാത്ര ചെയ്തത്? ഓപ്ഷൻസ്: എ. പട്ടണങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും, ബി. ഗ്രാമങ്ങളിലും തീരപ്രദേശങ്ങളിലും, സി. പട്ടണങ്ങളിലും തീരപ്രദേശങ്ങളിലും, ഡി. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും. ഉത്തരം ഡി. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും. ചോദ്യം 13. അനേകം പേർ ശ്രമിക്കുമെങ്കിലും അവർക്ക് സാധിക്കുകയില്ലാത്തത് എന്താണ്? ഓപ്ഷൻസ്: എ. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ, ബി. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ, സി. യേശുവിനെ അനുഗമിക്കുവാൻ, ഡി. തന്റെ കുരിശുമെടുത്ത് യേശുവിനെ അനുഗമിക്കുവാൻ. ഓപ്ഷൻസ് ബി. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ. ചോദ്യം 14. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തു പറഞ്ഞാണ് നിങ്ങൾ പുറത്തുനിന്ന് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങുന്നത്? ഓപ്ഷൻസ്: എ. കർത്താവെ, ഞങ്ങൾക്ക് തുറന്നു തരണമേ, ബി. പ്രഭോ, ഞങ്ങൾക്ക് തുറന്നു തരണമേ, സി. യജമാനനെ, ഞങ്ങൾക്ക് തുറന്നു തരണമേ, ഡി. ഗുരോ, ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഉത്തരം ഓപ്ഷൻ എ. കർത്താവെ, ഞങ്ങൾക്ക് തുറന്നു തരണമേ. ചോദ്യം 15. കർത്താവെ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടുന്നവരോട് വീട്ടുടമസ്ഥൻ ആദ്യം പറയുന്ന മറുപടി എന്താണ്? ഓപ്ഷൻസ്: എ. എന്നെ ഉപദ്രവിക്കരുത്, കഥ കടച്ചു കഴിഞ്ഞു, ബി. നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല, സി. അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ, ഡി. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. ഉത്തരം ഓപ്ഷൻ ബി. നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. ചോദ്യം 16. ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായി കാണപ്പെടുന്നത് ആരെല്ലാമാണ്? ഓപ്ഷൻസ്: എ. അബ്രാഹവും ഇസഹാക്കും യാക്കോവും സകല പ്രവാചകന്മാരും, ബി. അബ്രാഹവും ഇസഹാക്കും യാക്കോബും, സി. അബ്രാഹവും ഇസഹാക്കും യാക്കോബും പൂർവ്വപ്രവാചകന്മാരും, ഡി. അബ്രാഹവും യാക്കോബും പൂർവ്വപ്രവാചകന്മാരും. ഉത്തരം എ. അബ്രാഹവും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും. ചോദ്യം 17.
എവിടെ നിന്നൊക്കെയുള്ള ജനങ്ങളാണ് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കുന്നത്? ഓപ്ഷൻസ്: എ, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഭൂമിയുടെ അറ്റത്തു നിന്നും. ബി, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഭൂമിയുടെ അതിർത്തിയിൽ നിന്നും. സി, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും. ഡി, വടക്ക് നിന്നും തെക്ക് നിന്നും ഭൂമിയുടെ എല്ലാ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും. ഉത്തരം ഓപ്ഷൻ സി, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും. ചോദ്യം 18. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഓപ്ഷൻസ്: എ, നിങ്ങൾ വിലപിക്കുകയും പല്ലിറുമുകയും ചെയ്യും. ബി, നിങ്ങളും അവരോടൊപ്പം വിരുന്നിനിരിക്കും. സി, അപ്പോൾ മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടായിരിക്കും. ഡി, നിങ്ങൾ പരിത്യക്തരാകും. ഓപ്ഷൻ സി, അപ്പോൾ മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടായിരിക്കും. ചോദ്യം 19. യേശുവിനെ കൊല്ലാൻ ആരൊരുങ്ങുന്നു എന്നാണ് ഫരിസേയർ വന്നു പറഞ്ഞത്? ഓപ്ഷൻസ്: എ, പീലാത്തോസ്. ബി, ഹെറോദേസ്. സി, അന്തിപ്പാസ്. ഡി, ഫിലിപ്പ്. ഉത്തരം ഓപ്ഷൻ ബി, ചില ഫരിസേയർ. ചോദ്യം 20. ഇവിടെ നിന്ന് പോവുക, ഹെറോദസ് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു എന്ന് യേശുവിനോട് വന്നു പറഞ്ഞതാരാണ്? ഓപ്ഷൻസ്: എ, ചില നിയമജ്ഞർ. ബി, ചില ഫരിസേയർ. സി, ശിഷ്യന്മാർ. ഡി, ജനക്കൂട്ടം. ഉത്തരം ഓപ്ഷൻ ബി, ചില ഫരിസേയർ. ചോദ്യം 21. യേശു കുറുക്കൻ എന്ന് വിളിച്ചത് ആരെയാണ്? ഓപ്ഷൻസ്: എ, സിനഗോഗ് അധികാരിയെ. ബി, പ്രധാന പുരോഹിതനെ. സി, ഹെറോദേസിനെ. ഡി, പീലാത്തോസിനെ. ഉത്തരം ഓപ്ഷൻ സി, ഹെറോദേസിനെ. ചോദ്യം 22. തന്റെ ദൗത്യം 3-ാം ദിവസം പൂർത്തിയാക്കുന്നതുവരെ താൻ എന്തെല്ലാം ചെയ്യുമെന്ന് ഹെറോദേസിനെ അറിയിക്കുവാനാണ് യേശു പറയുന്നത്? ഓപ്ഷൻസ്: എ, പിശാചുക്കളെ പുറത്താക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്യും. ബി, ദൈവരാജ്യം പ്രസംഗിക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും. സി, ദൈവരാജ്യം പ്രസംഗിക്കുകയും പിശാചുക്കളെ പുറത്താക്കുകയും ചെയ്യും. ഡി, പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും. ഉത്തരം ഓപ്ഷൻ ഡി, പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും. ചോദ്യം 23. പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ ആരുടെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിനാണ് ഈശോ ആഗ്രഹിച്ചത്? ഓപ്ഷൻസ്: എ, അബ്രാഹത്തിന്റെ. ബി, ഇസ്രായേലിന്റെ. സി, ജെറുസലേമിന്റെ. ഡി, യൂദയായുടെ. ഉത്തരം ഓപ്ഷൻ സി, ജെറുസലേമിന്റെ. ചോദ്യം 24. ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തമായിരിക്കുന്നു. ആരുടെ ഭവനമാണ് പരിത്യക്തമായിരിക്കുന്നത്? ഓപ്ഷൻസ്: എ, ഇസ്രായേലിന്റെ ഭവനം. ബി, യൂദയായുടെ ഭവനം. സി, ജെറുസലേമിന്റെ സന്താനങ്ങളുടെ ഭവനം. ഉത്തരം ഓപ്ഷൻ സി, ജെറുസലേമിന്റെ സന്താനങ്ങളുടെ ഭവനം. ചോദ്യം 25. എന്തുകൊണ്ടാണ് ജെറുസലേമിന്റെ സന്താനങ്ങളുടെ ഭവനം പരിത്യക്തമായത്? ഓപ്ഷൻസ്: എ, യേശുവിനെ സ്വീകരിക്കാത്തതുകൊണ്ട്. ബി, പ്രവാചകന്മാരെ കൊല്ലുന്നതുകൊണ്ട്. സി, ജെറുസലേമിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് യേശു ആഗ്രഹിച്ചെങ്കിലും അവർ സമ്മതിക്കാത്തതുകൊണ്ട്. ഡി, പ്രവാചകന്മാരെ സ്വീകരിക്കാത്തതുകൊണ്ട്. ഉത്തരം സി, ജെറുസലേമിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് യേശു ആഗ്രഹിച്ചെങ്കിലും അവർ സമ്മതിക്കാത്തതുകൊണ്ട്. ചോദ്യം 26. ഇനി ഏതുവരെ നിങ്ങൾ എന്നെ കാണുകയില്ല എന്നാണ് ജെറുസലേം നിവാസികളോട് യേശു പറഞ്ഞത്? ഓപ്ഷൻസ്: എ, കർത്താവിന്റെ നാമത്തിൽ വരുന്നവനെ സ്വീകരിക്കുന്നതുവരെ. ബി, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നതുവരെ. സി, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ പരിശുദ്ധൻ എന്ന് നിങ്ങൾ പറയുന്നതുവരെ. ഡി, പിതാവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നതുവരെ. ഉത്തരം ഓപ്ഷൻ ബി, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നതുവരെ. ചോദ്യം 27. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് തങ്ങൾ പറയുന്നതുവരെ ആരാണ് യേശുവിനെ കാണുകയില്ലാത്തത്? ഓപ്ഷൻസ്: എ, ശിഷ്യന്മാർ. ബി, ജെറുസലേമിന്റെ സന്താനങ്ങൾ. സി, യൂദയ നിവാസികൾ. ഡി, യേശുവിനെ അനുഗമിക്കുന്നവർ. ഉത്തരം ഓപ്ഷൻ ബി, ജെറുസലേമിന്റെ സന്താനങ്ങൾ. അടുത്ത ചോദ്യം. കൂനുള്ള സ്ത്രീ എപ്പോഴാണ് സൗഖ്യപ്പെട്ടത്? ഓപ്ഷൻസ്: എ, അവൻ അവളോട് സംസാരിച്ചപ്പോൾ. ബി, യേശു അവളെ കണ്ടപ്പോൾ. സി, സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ. ഡി, അവൻ അവളുടെ മേൽ കൈകൾ വെച്ചപ്പോൾ. ഉത്തരം ഓപ്ഷൻ ഡി, അവൻ അവളുടെ മേൽ കൈകൾ വെച്ചപ്പോൾ. ചോദ്യം 29. എന്തുകൊണ്ടാണ് എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ എൻ്റെ യാത്ര തുടരേണ്ടിയിരിക്കുന്നു എന്ന് ഈശോ പറയുന്നത്? ഓപ്ഷൻസ്: എ, തൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. ബി, തനിക്ക് ഇനിയും കുറേയധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.
സി എന്തെന്നാൽ ജെറുസലേമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ല. ഡി എന്തെന്നാൽ 3-ാം ദിവസം താൻ തന്റെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കും. ഉത്തരം ഓപ്ഷൻ സി എന്തെന്നാൽ ജെറുസലേമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ല. ചോദ്യം 30. ലൂക്ക 13-ാം അധ്യായം 34-35 സമാനമായ മറ്റൊരു വചനഭാഗം ഏതാണ്? ഈ വചനഭാഗം ഇതാണ്: നിങ്ങളുടെ ഭവനം പരിത്യക്തമായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നത് വരെ നിങ്ങൾ എന്നെ കാണുകയില്ല. ഇത് ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 34-35 വാക്യങ്ങളാണ്. ഇതിന് സമാനമായ മറ്റൊരു വചനഭാഗം ഏതാണ്? ഓപ്ഷൻസ്: എ മർക്കോസ് 13-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ബി മത്തായി 23-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. സി യോഹന്നാൻ 18-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ഡി മത്തായി 18-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ഉത്തരം ബി മത്തായി 23-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 23, 37, 39. 14-ാം അധ്യായത്തിന്റെ മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ചോദ്യം 1. ഫരിസേയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ യേശു ഭക്ഷണത്തിന് പോയത് എന്നാണ്? ഓപ്ഷൻസ്: എ ജെറുസലേം പ്രവേശനത്തിന് മുൻപ്. ബി ഒരു സാബത്തിൽ. സി മഹോദര രോഗിയെ സുഖപ്പെടുത്തിയതിനു ശേഷം. ഡി ഊമനായ പിശാചിനെ ബഹിഷ്കരിച്ചതിന് ശേഷം. ഉത്തരം ഒരു സാബത്തിൽ. ചോദ്യം 2. മഹോദര രോഗിയെ എപ്പോൾ എവിടെ വെച്ചാണ് സുഖപ്പെടുത്തിയത്? ഓപ്ഷൻസ്: എ ഒരു സാബത്തിൽ കഫർനാമിലെ ഒരു സിനഗോഗിൽ വെച്ച്. ബി ഒരു സാബത്തിൽ ഫരിസേയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ വെച്ച്. സി കടുകുമണിയുടെ ഉപമ പറഞ്ഞതിന് ശേഷം ഗലീലിയിലെ ഒരു സിനഗോഗിൽ വെച്ച്. ഡി മലയിലെ രൂപാന്തരീകരണത്തിന് ശേഷം സമതലത്തിൽ വെച്ച്. ഉത്തരം ഓപ്ഷൻ ബി ഫരിസേയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ വെച്ച്. ചോദ്യം 3. സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്ന് ആരോട് എപ്പോൾ എവിടെ വെച്ചാണ് ചോദിച്ചത്? ഓപ്ഷൻസ്: എ ഒരു സാബത്തിൽ ഫരിസേയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ വെച്ച് യേശു നിയമജ്ഞരോടും ഫരിസേയരോടും ചോദിച്ചു. ബി ഒരു സാബത്തിൽ നിയമജ്ഞരിൽ ഒരുവന്റെ വീട്ടിൽ വെച്ച് യേശു നിയമജ്ഞരോടും യഹൂദ പ്രമാണികളോടും ചോദിച്ചു. സി ഒരു സാബത്തിൽ തന്നെ വിരുന്നിനെ ക്ഷണിച്ച ശെമയോന്റെ വീട്ടിൽ വെച്ച് യേശു നിയമജ്ഞരോടും ഫരിസേയരോടും ചോദിച്ചു. ഡി ഒരു സാബത്തിൽ തന്നെ വിരുന്നിനെ ക്ഷണിച്ച കുഷ്ഠരോഗിയായ ഒരുവന്റെ വീട്ടിൽ വെച്ച് യേശു നിയമജ്ഞരോടും ഫരിസേയരോടും ചോദിച്ചു. ഉത്തരം ഓപ്ഷൻ എ ഒരു സാബത്തിൽ ഫരിസേയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ വെച്ച് യേശു നിയമജ്ഞരോടും ഫരിസേയരോടും ചോദിച്ചു. ചോദ്യം 4. യേശു മഹോദര രോഗിയെ എങ്ങനെയാണ് സുഖമാക്കിയത്? ഓപ്ഷൻസ്: എ നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ച്. ബി അവനെ അടുത്ത് വിളിച്ച്. സി അവനെ അടുത്ത് വിളിച്ച് അവനെ സ്പർശിച്ചുകൊണ്ട്. ഡി അവനെ തൊട്ട്. ഉത്തരം ഓപ്ഷൻ ബി അവനെ അടുത്ത് വിളിച്ച്. അടുത്ത ചോദ്യം: സാബത്തിൽ തന്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട് എന്ന് യേശു ചോദിച്ചത് എപ്പോഴാണ്? ഓപ്ഷൻസ്: എ കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തിയപ്പോൾ. ബി ഊമയായ പിശാച് ബാധിച്ചവനെ സുഖപ്പെടുത്തിയപ്പോൾ. സി മഹോദര രോഗിയെ സുഖപ്പെടുത്തിയപ്പോൾ. ഡി പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തിയപ്പോൾ. ഉത്തരം ഓപ്ഷൻ സി മഹോദര രോഗിയെ സുഖപ്പെടുത്തിയപ്പോൾ. അടുത്ത ചോദ്യം: ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത് എന്ന് എന്തുകൊണ്ടാണ് യേശു പറയുന്നത്? ഓപ്ഷൻസ്: എ നിന്നേക്കാൾ പ്രബലനായ ഒരുവനെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. ബി ഒരുപക്ഷെ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. സി ഒരുപക്ഷെ നിന്നേക്കാൾ ശ്രേഷ്ഠനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. ഡി ഒരുപക്ഷെ ക്ഷണിക്കപ്പെട്ട മറ്റൊരുവൻ വന്ന് നിന്നോട് അവിടെ നിന്നും മാറിയിരിക്കാൻ ആവശ്യപ്പെട്ടേക്കാം. ഉത്തരം ഓപ്ഷൻ ബി ഒരുപക്ഷെ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. ചോദ്യം 7. നിന്നോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുമ്പാകെ നിനക്ക് മഹത്വം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഓപ്ഷൻസ്: എ നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കുമ്പോൾ. ബി ആതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് പറയുമ്പോൾ. സി ആതിഥേയൻ നിന്നോട് പ്രമുഖ സ്ഥാനത്തിരിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ. ഉത്തരം ബി ആതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് പറയുമ്പോൾ. ചോദ്യം 8. തന്നെ ക്ഷണിച്ചവനോട് ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ ആരെയൊക്കെ വിളിക്കരുതെന്നാണ് ഈശോ പറഞ്ഞത്? ഓപ്ഷൻസ്: എ
നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ. ബി, നിന്റെ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ. സി, നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ അയൽക്കാരെയോ. ഡി, നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ. ഉത്തരം ഓപ്ഷൻ ഡി, നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ. ചോദ്യം 9. എന്തുകൊണ്ടാണ് നീ ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത് എന്ന് യേശു പറഞ്ഞത്? ഓപ്ഷൻസ്: എ, ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും. ബി, ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും നിന്റെ പ്രതിഫലം നഷ്ടപ്പെടുകയും ചെയ്യും. സി, വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല. ഡി, രഹസ്യങ്ങൾ അറിയുന്ന സ്വർഗസ്ഥനായ പിതാവിൽ നിന്നും പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടി. ഉത്തരം ഓപ്ഷൻ എ, ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും. ചോദ്യം 10. നീ സദ്യ നടത്തുമ്പോൾ ആരെയൊക്കെയാണ് ക്ഷണിക്കേണ്ടത്? ഓപ്ഷൻസ്: എ, ദരിദ്രർ, വികലാംഗർ, മുടന്തർ എന്നിവരെ. ബി, ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ. സി, ദരിദ്രർ, മുടന്തർ, കുരുടർ എന്നിവരെ. ഡി, ദരിദ്രർ, വികലാംഗർ, കുരുടർ എന്നിവരെ. ഉത്തരം ഓപ്ഷൻ ബി, ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ. അടുത്ത ചോദ്യം: പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല എന്ന് ഈശോ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഓപ്ഷൻസ്: എ, സദ്യ നടത്തുമ്പോൾ ക്ഷണിക്കപ്പെടുന്ന ദരിദ്രർ, വികലാംഗർ, മുടന്തർ എന്നിവരെ കുറിച്ച്. ബി, ദരിദ്രരെയും വികലാംഗരെയും മുടന്തരെയും കുറിച്ച്. സി, വിധവകളെയും ദരിദ്രരെയും കുറിച്ച്. ഉത്തരം ഓപ്ഷൻ എ, സദ്യ നടത്തുമ്പോൾ ക്ഷണിക്കപ്പെടുന്ന ദരിദ്രർ, വികലാംഗർ, മുടന്തർ എന്നിവരെ കുറിച്ച്. അടുത്ത ചോദ്യം: നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിച്ചാൽ നിനക്ക് എന്താണ് ലഭിക്കുന്നത്? ഓപ്ഷൻസ്: എ, സ്വർഗരാജ്യം. ബി, നിത്യജീവൻ. സി, നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം. ഡി, ദൈവരാജ്യത്തിന് അവകാശം. ഉത്തരം ഓപ്ഷൻ സി, നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം. ചോദ്യം 13. ഈശോ വിരുന്നിന്റെ ഉപമ പറഞ്ഞത് എവിടെ വെച്ചാണ്? ഓപ്ഷൻസ്: എ, ഗലീലയിൽ വെച്ച്. ബി, ഒരു ഫരിസേയ പ്രമാണിയുടെ വീട്ടിൽ വെച്ച്. സി, കുഷ്ഠരോഗിയായ ശമയോന്റെ വീട്ടിൽ വെച്ച്. ഡി, ലാസറിന്റെ വീട്ടിൽ വെച്ച്. ഉത്തരം ഓപ്ഷൻ ബി, ഒരു ഫരിസേയ പ്രമാണിയുടെ വീട്ടിൽ വെച്ച്. അടുത്ത ചോദ്യം: ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ്: എ, അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവൻ. ബി, വിരുന്നിന് ക്ഷണിച്ച ഫരിസേയ പ്രമാണി. സി, അവനെ ശ്രവിച്ച ജനങ്ങൾ. ഡി, അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവർ. ഉത്തരം ഓപ്ഷൻ എ, അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവൻ. ചോദ്യം 15. സദ്യയ്ക്ക് സമയമായപ്പോൾ ക്ഷണിക്കപ്പെട്ടവരിൽ ഒന്നാമൻ പറഞ്ഞ ഒഴിവുകഴിവ് എന്താണ്? ഓപ്ഷൻസ്: എ, ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കുവാൻ പോകുന്നു. ബി, എൻ്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ, അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല. സി, ഞാൻ ഒരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു. ഡി, എനിക്ക് ദൂരദേശത്തേക്ക് പോകേണ്ടിയിരിക്കുന്നു, എന്നെ ഒഴിവാക്കണം. ഉത്തരം ഓപ്ഷൻ സി, ഞാൻ ഒരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു. അടുത്ത ചോദ്യം: സദ്യയ്ക്ക് സമയമായപ്പോൾ ക്ഷണിക്കപ്പെട്ടവരിൽ മറ്റൊരുവൻ പറഞ്ഞ ഒഴികഴിവ് എന്താണ്? ഓപ്ഷൻസ്: എ, ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കുവാൻ പോകുന്നു, എനിക്ക് ഒഴിവ് തരണം എന്ന് അപേക്ഷിക്കുന്നു. ബി, എൻ്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ, അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല. സി, ഞാനൊരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു. ഡി, എനിക്ക് ദൂരദേശത്തേക്ക് പോകേണ്ടിയിരിക്കുന്നു, എന്നെ ഒഴിവാക്കണം. ഉത്തരം ഓപ്ഷൻ സി, എൻ്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ, അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല. അടുത്ത ചോദ്യം: സദ്യയ്ക്ക് സമയമായപ്പോൾ ക്ഷണിക്കപ്പെട്ടവരിൽ മൂന്നാമൻ പറഞ്ഞ ഒഴിവ് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ, ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കുവാൻ പോകുന്നു, എനിക്ക് ഒഴിവ് തരണമെന്ന് അപേക്ഷിക്കുന്നു. അടുത്ത ചോദ്യം: യജമാനൻ ദാസനോട് എവിടെ ചെന്ന് നീ എൻ്റെ വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കുക എന്നാണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ, പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന്. ബി, നാട്ടിൻപുറങ്ങളിലെ പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന്. സി, നഗരങ്ങളുടെ ഇടവഴികളിൽ ചെന്ന്.
ഉത്തരം ഓപ്ഷൻ എ, പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന്. അടുത്ത ചോദ്യം, ആർക്കൊക്കെയാണ് യേശുവിൻ്റെ ശിഷ്യരായിരിക്കുവാൻ സാധിക്കുകയില്ലാത്തത്? ഓപ്ഷൻസ് എ, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും വെറുക്കാതെ യേശുവിൻ്റെ അടുത്ത് വരുന്നവർക്ക്. ബി, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെയും വെറുക്കാതെ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നവർക്ക്. സി, സ്വജീവനെ തന്നെയും വെറുക്കാത്തവർക്ക്. ഉത്തരം ഓപ്ഷൻ ബി, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെയും വെറുക്കാതെ യേശുവിൻ്റെ അടുത്ത് വരുന്നവർക്ക്. ചോദ്യം 20. സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഈശോ ആരോടാണ് പറഞ്ഞത്? ഓപ്ഷൻസ് എ, അവൻ്റെ അടുത്ത് വന്ന വലിയ ജനക്കൂട്ടങ്ങളോട്. ബി, ശിഷ്യന്മാരോട്. സി, തനിക്ക് ചുറ്റും തിങ്ങിക്കൂടിയ ജനക്കൂട്ടത്തോട്. ഡി, യേശുവിൻ്റെ അനുഗമിക്കുവാൻ അനുവാദം ചോദിച്ചവനോട്. ഉത്തരം ഓപ്ഷൻ എ, അവൻ്റെ അടുത്ത് വന്ന വലിയ ജനക്കൂട്ടങ്ങളോട്. ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിൻ്റെ ചെലവ് ആദ്യമേ തന്നെ കണക്ക് കൂട്ടി നോക്കാത്തവന് എന്ത് സംഭവിക്കും? ഓപ്ഷൻസ് എ, പണി പൂർത്തിയാക്കാൻ കഴിയാതെ വരും. ബി, അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും. സി, ഈ മനുഷ്യൻ പണി ആരംഭിച്ചു പക്ഷേ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന് ആക്ഷേപിക്കപ്പെടും. ഉത്തരം ഓപ്ഷൻ ബി, അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും. ചോദ്യം 22. മണ്ണിനോ വളത്തിനോ ഉപകരിക്കാത്തത് എന്താണ്? ഓപ്ഷൻസ് എ, ഉപ്പ്. ബി, ആളുകൾ പുറത്തെറിഞ്ഞു കളയുന്ന ഉപ്പ്. സി, ഉറകെട്ടുപോയ ഉപ്പ്. ഉത്തരം ഓപ്ഷൻ സി, ഉറകെട്ടുപോയ ഉപ്പ്. സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഈശോ ആരോടാണ് പറഞ്ഞത്? ഓപ്ഷൻസ് എ, ജനക്കൂട്ടത്തോട്. ബി, ശിഷ്യന്മാരോട്. സി, തനിക്ക് ചുറ്റും തിങ്ങിക്കൂടിയവരോട്. ഡി, വലിയ ജനക്കൂട്ടങ്ങളോട്. ഉത്തരം ഓപ്ഷൻ ഡി, വലിയ ജനക്കൂട്ടങ്ങളോട്. ചോദ്യം 24. അതിഥിക്കും ആതിഥേയനും ഉപദേശം കൊടുക്കുന്നതിനു മുമ്പ് ഈശോ പ്രവർത്തിച്ച അത്ഭുതം എന്താണ്? ഓപ്ഷൻസ് എ, പിശാചു ബാധിച്ച ബാലനെ സുഖപ്പെടുത്തി. ബി, മഹോദര രോഗിയെ സുഖപ്പെടുത്തി. സി, കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തി. ഡി, കൈ ശോഷിച്ചവനെ സുഖപ്പെടുത്തി. ഉത്തരം ബി, മഹോദര രോഗിയെ സുഖപ്പെടുത്തി. ലൂക്ക 14:33 പ്രകാരം യേശുവിൻ്റെ ശിഷ്യനാവുക സാധ്യമല്ലാത്തത് ആർക്കാണ്? ഓപ്ഷൻസ് എ, സ്വന്തം കുരിശുമെടുത്ത് അനുദിനം തന്നെ അനുഗമിക്കാത്തവന്. ബി, തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാത്തവന്. സി, സ്വജീവനെ തന്നെ വെറുത്തുപേക്ഷിക്കാത്തവന്. ഉത്തരം ഓപ്ഷൻ ബി, തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാത്തവന്. ഇനി 15-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ്. ചോദ്യം 1. ആരാണ് അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നത്? ഓപ്ഷൻസ് എ, ഒരു വലിയ ജനക്കൂട്ടം. ബി, ചുങ്കക്കാരും പാപികളും. സി, രോഗികളും പാപികളും. ഡി, ഫരിസേയരും ചുങ്കക്കാരും പാപികളും. ഉത്തരം ചുങ്കക്കാരും പാപികളും. ചോദ്യം 2. കാണാതായ ആടിൻ്റെ ഉപമ ആരോടാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻസ് എ, ചുങ്കക്കാരോടും പാപികളോടും. ബി, ഫരിസേയരോടും നിയമജ്ഞരോടും. സി, ചുറ്റും കൂടിയ ജനക്കൂട്ടത്തോട്. ഡി, ശിഷ്യന്മാരോട്. ഉത്തരം ഫരിസേയരോടും നിയമജ്ഞരോടും. നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ എന്ന് പറയുന്നത് ആരാണ്? ഓപ്ഷൻസ് എ, 10 നാണയങ്ങളിൽ ഒന്ന് നഷ്ടപ്പെട്ട സ്ത്രീ. ബി, നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്തിയ ഇടയൻ. സി, തിരിച്ചു വന്ന ഇളയപുത്രന്റെ പിതാവ്. ഡി, ചുങ്കക്കാരോടും പാപികളോടുമൊപ്പം ഭക്ഷണത്തിനിരുന്ന ഈശോ. ഉത്തരം ഓപ്ഷൻ ബി, നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്തിയ ഇടയൻ. ചോദ്യം 4. എന്നോടുകൂടെ സന്തോഷിക്കുവിൻ എന്ന് ആരോടാണ് പറയുന്നത്? ഓപ്ഷൻസ് എ, ധൂർത്തപുത്രന്റെ പിതാവ് വീട്ടിലുള്ളവരോട്. ബി, നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്തിയ ഇടയൻ തൻ്റെ കൂട്ടുകാരോടും അയൽവാസികളോടും. സി, നഷ്ടപ്പെട്ട നാണയം കണ്ടുകിട്ടിയ സ്ത്രീ കൂട്ടുകാരോടും അയൽവാസികളോടും. ഡി, യേശു ശിഷ്യന്മാരോട്. ഉത്തരം സി, നഷ്ടപ്പെട്ട നാണയം കണ്ടുകിട്ടിയ സ്ത്രീ കൂട്ടുകാരോടും അയൽവാസികളോടും. ചോദ്യം 5. 99 ആടുകളെ എവിടെ വിട്ടിട്ടാണ് നഷ്ടപ്പെട്ട ആടിനെ തേടി ഇടയൻ പോകുന്നത്?
ഓപ്ഷൻസ് എ വയലിൽ, ബി വിജനപ്രദേശത്ത്, സി മരുഭൂമിയിൽ, ഡി മേച്ചിൽപ്പുറത്ത്. ഉത്തരം സി മരുഭൂമിയിൽ. ചോദ്യം 6. ഈശോ കാണാതായ നാണയത്തിന്റെ ഉപമ പറയുമ്പോൾ അവിടെയുണ്ടായിരുന്നവർ ആരൊക്കെയാണ്? ഓപ്ഷൻസ് എ ഫരിസേയർ, നിയമജ്ഞർ, ചുങ്കക്കാർ, പാപികൾ, ബി ഫരിസേയർ, നിയമജ്ഞർ, യഹൂദപ്രമാണിമാർ, ചുങ്കക്കാർ, സി ഫരിസേയർ, നിയമജ്ഞർ, യഹൂദപ്രമാണിമാർ, പാപികൾ, ഡി സിനഗോഗ് അധികാരി, ഫരിസേയർ, നിയമജ്ഞർ, യഹൂദപ്രമാണിമാർ. ഉത്തരം ഓപ്ഷൻ എ ഫരിസേയർ, നിയമജ്ഞർ, ചുങ്കക്കാർ, പാപികൾ. ചോദ്യം 7. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് എവിടെയാണ് കൂടുതൽ സന്തോഷമുണ്ടാകുന്നത്? ഓപ്ഷൻസ് എ ദൈവരാജ്യത്തിൽ, ബി സ്വർഗത്തിൽ, സി ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ, ഡി കർത്താവിന്റെ ദൂതന്മാരുടെ മുമ്പിൽ. ഉത്തരം ഓപ്ഷൻ ബി സ്വർഗത്തിൽ. അടുത്ത ചോദ്യം. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ആരുടെ മുമ്പിലാണ് സന്തോഷമുണ്ടാകുന്നത്? ഓപ്ഷൻസ് എ സ്വർഗത്തിലെ ദൂതന്മാരുടെ മുമ്പിൽ, ബി മനുഷ്യപുത്രന്റെ മുമ്പിൽ, സി ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ, ഡി കർത്താവിന്റെ ദൂതന്മാരുടെ മുമ്പിൽ. ഉത്തരം ഓപ്ഷൻ സി ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ. ചോദ്യം 9. ഇളയവൻ പിതാവിനോട് എന്താണ് ആവശ്യപ്പെട്ടത്? ഓപ്ഷൻസ് എ സ്വത്തിന്റെ പകുതി, ബി സ്വത്തിൽ അവന്റെ ഓഹരി, സി പിതാവിന്റെ സ്വത്തിന്റെ ഒരു ഭാഗം, ഡി പിതാവിന്റെ സ്വത്തിൽ അവൻ അവകാശപ്പെട്ട ഓഹരി. ഉത്തരം ഓപ്ഷൻ ബി സ്വത്തിൽ അവന്റെ ഓഹരി. ചോദ്യം 10. ധൂർത്തപുത്രൻ ആരുടെ അടുത്താണ് അഭയം തേടിയത്? ഓപ്ഷൻസ് എ ദേശത്തെ ഒരു പൗരപ്രമുഖന്റെ അടുത്ത്, ബി ദേശത്തെ ഒരു പൗരന്റെ അടുത്ത്, സി പന്നികളെ വളർത്തുന്നവന്റെ അടുത്ത്, ഡി ദേശത്തെ ഒരു ധനികന്റെ അടുത്ത്. ഉത്തരം ഓപ്ഷൻ ബി ദേശത്തെ ഒരു പൗരന്റെ അടുത്ത്. ചോദ്യം 11. അപ്പോൾ അവന് സുബോധമുണ്ടായി. എപ്പോഴാണ് അവന് സുബോധമുണ്ടായത്? ഓപ്ഷൻസ് എ ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായപ്പോൾ, ബി പന്നി തിന്നിരുന്ന തവിട് കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആശിച്ചപ്പോൾ, സി പന്നി തിന്നിരുന്ന തവിട് കൊണ്ട് വയറ് നിറയ്ക്കാൻ ആശിച്ചുവെങ്കിലും ആരും അവനത് കൊടുക്കാതിരുന്നപ്പോൾ, ഡി പിതാവിന്റെ ഭവനത്തിൽ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്ന. ഉത്തരം ഓപ്ഷൻ സി പന്നി തിന്നിരുന്ന തവിട് കൊണ്ട് വയറ് നിറയ്ക്കാൻ ആശിച്ചുവെങ്കിലും ആരും അവന് അത് കൊടുക്കാതിരുന്നപ്പോൾ. ചോദ്യം 12. ധൂർത്തപുത്രനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ താഴെ പറയുന്നവയിൽ തെറ്റായത് ഏതാണ്? ഓപ്ഷൻസ് എ അവൻ ദൂരദേശത്തേക്ക് പോയി അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു, ബി അവൻ പന്നി തിന്നിരുന്ന തവിട് കൊണ്ട് വയറ് നിറച്ചു, സി അവൻ ഞെരുക്കത്തിലായി, ഡി അവന് സുബോധമുണ്ടായി. ഉത്തരം ഓപ്ഷൻ ബി അവൻ പന്നി തിന്നിരുന്ന തവിട് കൊണ്ട് വയറ് നിറച്ചു. ചോദ്യം 13. താഴെ പറയുന്നവയിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ധൂർത്തപുത്രൻ പിതാവിനോട് ഏറ്റുപറയുവാൻ തീരുമാനിച്ചത്? ഓപ്ഷൻസ് എ പിതാവേ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല, നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. ബി പിതാവേ സ്വർഗത്തിനെതിരായും നിനക്കെതിരായും ഞാൻ പാപം ചെയ്തു, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. സി പിതാവേ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. ഉത്തരം ഓപ്ഷൻ എ പിതാവേ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല, നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. ചോദ്യം 14. മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച പിതാവിനോട് ധൂർത്തപുത്രൻ എന്താണ് പറഞ്ഞത്? ഓപ്ഷൻസ് എ സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല, നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. ബി പിതാവേ സ്വർഗത്തിനെതിരായും നിനക്കെതിരായും ഞാൻ പാപം ചെയ്തു, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല, നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. സി പിതാവേ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. ഉത്തരം സി പിതാവേ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. ചോദ്യം 15.
ധൂർത്തപുത്രന്റെ പിതാവ് തന്റെ ദാസർക്ക് രണ്ടാമതായി കൊടുത്ത നിർദ്ദേശം എന്താണ്? ഓപ്ഷൻസ്: എ. ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ബി. ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. സി. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. ഡി. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. ഉത്തരം ബി. ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. ചോദ്യം 16. ഇളയ പുത്രൻ പിതാവിന്റെ ഭവനത്തിൽ തിരിച്ചെത്തിയപ്പോൾ മൂത്ത പുത്രൻ എവിടെയായിരുന്നു? ഓപ്ഷൻസ്: എ. വയലിൽ. ബി. കൃഷിസ്ഥലത്ത്. സി. ആടുകളെ മേയ്ക്കുന്നവരുടെ അടുത്ത്. ഡി. ദൂരെ ഒരു സ്ഥലത്ത്. ഉത്തരം ഓപ്ഷൻ എ. വയലിൽ. ചോദ്യം 17. പിതാവ് ഒരു കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നത് എന്തുകൊണ്ടാണെന്നാണ് വേലക്കാരൻ മൂത്ത മകനോട് പറഞ്ഞത്? ഓപ്ഷൻസ്: എ. നിന്റെ സഹോദരൻ മടങ്ങി വന്നതുകൊണ്ട്. ബി. കാണാതെ പോയ നിന്റെ സഹോദരൻ സസുഖം തിരിച്ചു വന്നതുകൊണ്ട്. സി. നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു, അവനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട്. ഡി. നിന്റെ സഹോദരൻ തിരിച്ചു വന്നതുകൊണ്ട് ഭക്ഷിച്ച് ആഹ്ലാദിക്കാൻ. ഉത്തരം സി. നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു, അവന് സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട്. അടുത്ത ചോദ്യം. കോപിച്ച് അകത്ത് കയറാൻ മടിച്ച മൂത്ത മകനോട് പിതാവ് എവിടെ വന്നാണ് സാന്ത്വനങ്ങൾ പറഞ്ഞത്? ഓപ്ഷൻസ്: എ. പുറത്തു വന്ന്. ബി. വീടിന്റെ വാതിക്കൽ വന്ന്. സി. വീടിന് പുറത്തേക്ക് വന്ന്. ഡി. വഴിയിലേക്ക് വന്ന്. ഉത്തരം ഓപ്ഷൻ എ. പുറത്തു വന്ന്. ചോദ്യം 19. എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു എന്ന് ആരോടാണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ. അവിശ്വസ്തനായ കാര്യസ്ഥൻ യജമാനനോട്. ബി. ധൂർത്തപുത്രന്റെ ഉപമയിലെ മൂത്ത മകൻ പിതാവിനോട്. സി. മുന്തിരിത്തോട്ടത്തിലെ കൂലിക്കാരൻ യജമാനനോട്. ഉത്തരം ഓപ്ഷൻ ബി. ധൂർത്തപുത്രന്റെ ഉപമയിലെ മൂത്ത മകൻ പിതാവിനോട്. ചോദ്യം 20. ധൂർത്തപുത്രന്റെ ഉപമ രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായവും വാക്യങ്ങളും ഏതാണ്? ഓപ്ഷൻസ്: എ. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ബി. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. സി. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 15 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഡി. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഉത്തരം ഡി. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ധൂർത്തപുത്രന്റെ ഉപമ രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിലാണ്. ചോദ്യം 21. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഉപമകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ്: എ. കാണാതായ ആടിന്റെ ഉപമ, ധൂർത്തപുത്രന്റെ ഉപമ. ബി. അവിശ്വസ്തനായ കാര്യസ്ഥന്റെ ഉപമ, ധൂർത്തപുത്രന്റെ ഉപമ. സി. കാണാതായ ആടിന്റെ ഉപമ, വിരുന്നിന്റെ ഉപമ. ഡി. കാണാതായ നാണയത്തിന്റെ ഉപമ, ധൂർത്തപുത്രന്റെ ഉപമ. ഉത്തരം ഡി. കാണാതായ നാണയത്തിന്റെയും ധൂർത്തപുത്രന്റെയും ഉപമകൾ. കാണാതായ നാണയത്തിന്റെ ഉപമ, ധൂർത്തപുത്രന്റെ ഉപമ, ഈ രണ്ട് ഉപമകളാണ് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം. കാണാതായ ആടിന്റെ ഉപമ രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു സുവിശേഷ ഭാഗം ഏതാണ്? ഓപ്ഷൻസ്: എ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ബി. മർക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. സി. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അടുത്ത ചോദ്യം. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലെ മൂന്നാമത്തെ ഉപമ ഏതാണ്? ഓപ്ഷൻസ്: എ. അവിശ്വസ്തനായ കാര്യസ്ഥന്റെ ഉപമ. ബി. കാണാതായ നാണയത്തിന്റെ ഉപമ. സി. ധൂർത്തപുത്രന്റെ ഉപമ. ഉത്തരം ഓപ്ഷൻ സി. ധൂർത്തപുത്രന്റെ ഉപമ. അടുത്ത ചോദ്യം. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻസ്: എ. 31, ബി. 32, സി. 36, ഡി. 42. ഉത്തരം ബി. 32. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തെ ആസ്പദമാക്കിയുള്ള മോക്ക് ടെസ്റ്റ് ആണ് ഇനിയുള്ളത്.
ചോദ്യം 1. അവിശ്വസ്തനായ കാര്യസ്ഥന്റെ ഉപമ ഈശോ ആരോടാണ് പറഞ്ഞത്? ഓപ്ഷൻസ് എ. തനിക്ക് ചുറ്റും കൂടിയ ജനക്കൂട്ടത്തോട്, ബി. നിയമജ്ഞരോടും ഫരിസേയരോടും, സി. ശിഷ്യരോട്, ഡി. ജനങ്ങളോട്. ഉത്തരം ഓപ്ഷൻ സി. ശിഷ്യരോട്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ അവിശ്വസ്തനായ കാര്യസ്ഥനെ കുറിച്ചല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ് എ. ഒരു ധനവാന്റെ കാര്യസ്ഥൻ, ബി. സ്വത്ത് ദുർവ്യയം ചെയ്ത കാര്യസ്ഥൻ, സി. കൗശലക്കാരനായ കാര്യസ്ഥൻ, ഡി. വേലക്കാരെ അന്യായമായി പീഡിപ്പിച്ച കാര്യസ്ഥൻ. ഉത്തരം ഡി. വേലക്കാരെ അന്യായമായി പീഡിപ്പിച്ച കാര്യസ്ഥൻ. അടുത്ത ചോദ്യം. അവിശ്വസ്തനായ കാര്യസ്ഥന്റെ ഒന്നാമത്തെ ആത്മഗതം എന്താണ്? ഓപ്ഷൻസ് എ. ഭിക്ഷ യാചിക്കാൻ ലജ്ജ തോന്നുന്നു, ബി. ഭിക്ഷ യാചിക്കാൻ എനിക്ക് ലജ്ജ തോന്നുന്നു, സി. കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല, ഡി. എന്നാൽ യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഉത്തരം ഓപ്ഷൻ സി. കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല. എന്തുകൊണ്ടാണ് നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചത്? ഓപ്ഷൻസ് എ. ബുദ്ധിപൂർവം പ്രവർത്തിച്ചതിനാൽ, ബി. കൗശലപൂർവം പ്രവർത്തിച്ചതിനാൽ, സി. വെളിച്ചത്തിന്റെ മക്കളെക്കാൾ ബുദ്ധിശാലിയായതിനാൽ, ഡി. നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കപ്പെടുന്നതിനാൽ. ഉത്തരം ഓപ്ഷൻ ബി. കൗശലപൂർവം പ്രവർത്തിച്ചതിനാൽ. ആരാണ് വെളിച്ചത്തിന്റെ മക്കളെക്കാൾ ബുദ്ധിശാലികൾ? ഓപ്ഷൻസ് ഈ യുഗത്തിന്റെ മക്കൾ, ബി. ഈ ദുഷിച്ച തലമുറ, സി. കൗശലപൂർവം പ്രവർത്തിക്കുന്നവർ, ഡി. നീതിരഹിതനായ കാര്യസ്ഥൻ. ഉത്തരം ഓപ്ഷൻ എ. ഈ യുഗത്തിന്റെ മക്കൾ. ആരാണ് നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കുന്നത്? ഓപ്ഷൻസ് എ. സ്നേഹിതർ, ബി. സുഹൃത്തുക്കൾ, സി. അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സമ്പാദിച്ച സ്നേഹിതർ, ഡി. ദൈവദൂതർ. ഉത്തരം ഓപ്ഷൻ സി. അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സമ്പാദിച്ച സ്നേഹിതർ. അടുത്ത ചോദ്യം. അധാർമിക സമ്പത്തിന്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ ഏൽപ്പിക്കുമെന്ന് ഈശോ ആരോടാണ് ചോദിക്കുന്നത്? ഓപ്ഷൻസ് എ. തനിക്ക് ചുറ്റുമുള്ള ജനക്കൂട്ടത്തോട്, ബി. ശിഷ്യരോട്, സി. തന്റെ വാക്ക് കേൾക്കുവാൻ വന്ന ജനങ്ങളോട്, ഡി. ചുങ്കക്കാരോട്. ഉത്തരം ഓപ്ഷൻ ബി. ശിഷ്യരോട്. നിങ്ങൾ എന്തിൽ വിശ്വസ്തരായിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ ഏൽപ്പിക്കും എന്നാണ് ഈശോ ലൂക്ക 16:11 ചോദിക്കുന്നത്. ഓപ്ഷൻസ് എ. ചെറിയ കാര്യങ്ങളിൽ, ബി. നിങ്ങളെ ഏൽപ്പിച്ച സമ്പത്തിൽ, സി. അധാർമിക സമ്പത്തിന്റെ കാര്യത്തിൽ, ഡി. മറ്റൊരുവന്റെ കാര്യത്തിൽ. ഉത്തരം സി. അധാർമിക സമ്പത്തിന്റെ കാര്യത്തിൽ. അടുത്ത ചോദ്യം. ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ആരാണ് യേശുവിനെ പുച്ഛിച്ചത്? ഓപ്ഷൻസ് എ. ഫരിസേയർ, ബി. പണക്കൊതിയരായ ഫരിസേയർ, സി. നിയമജ്ഞരും ഫരിസേയരും, ഡി. ജനക്കൂട്ടം. ഉത്തരം ബി. പണക്കൊതിയരായ ഫരിസേയർ. ഹൃദയങ്ങളെ അറിയുന്നത് ആരാണ്? ഓപ്ഷൻസ് എ. ദൈവം, ബി. കർത്താവ്, സി. നിങ്ങളുടെ പിതാവ്, ഡി. നിങ്ങളുടെ ദൈവമായ കർത്താവ്. ഉത്തരം ഓപ്ഷൻ എ. ദൈവം. അടുത്ത ചോദ്യം. നിയമവും പ്രവാചകന്മാരും ആര് വരെ ആയിരുന്നു? ഓപ്ഷൻസ് എ. യേശു വരെ, ബി. യോഹന്നാൻ വരെ, സി. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത് വരെ, ഡി. സ്നാപക യോഹന്നാൻ വരെ. ഉത്തരം ബി. യോഹന്നാൻ വരെ. ലൂക്ക 16:16 പ്രകാരം എല്ലാവരും എങ്ങനെയാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്? ഓപ്ഷൻസ് എ. സുവിശേഷത്തിൽ വിശ്വസിച്ച്, ബി. അനുതപിച്ച്, സി. ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിച്ച്, ഡി. ബലം പ്രയോഗിച്ച്. ഉത്തരം ഓപ്ഷൻ ഡി. ബലം പ്രയോഗിച്ച്. അടുത്ത ചോദ്യം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 12-13 തുല്യമായ മറ്റൊരു പുതിയ നിയമഭാഗം ഏതാണ്? ഓപ്ഷൻസ് എ. ലൂക്ക 16:11, ബി. ലൂക്ക 16:16, സി. ലൂക്ക 16:17, ഡി. ലൂക്ക 18:18. ഉത്തരം ഓപ്ഷൻ ബി. ലൂക്ക 16:16. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും ബലം പ്രയോഗിച്ച് അവിടെ പ്രവേശിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
അടുത്ത ചോദ്യം, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 31-32 തുല്യമായ മറ്റൊരു വചനഭാഗം ഏത്? ഇവിടെ വിവാഹമോചനത്തെക്കുറിച്ചാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്. ഓപ്ഷൻസ്: എ ലൂക്ക 16:18, ബി ലൂക്ക 16:17, സി ലൂക്ക 16:19. ഉത്തരം ഓപ്ഷൻ എ, ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യം. ഭാര്യയെ ഉപേക്ഷിച്ച മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു, ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുന്നുവെന്ന് ലൂക്ക 16:18 സമാനമായ ആശയം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 31-32 വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത ചോദ്യം, ധനവാന്റെയും ലാസറിന്റെയും ഉപമയിലെ ധനവാൻ എന്താണ് ധരിച്ചിരുന്നത്? ഓപ്ഷൻസ്: എ ചെമന്ന പട്ടും രാജകീയ വസ്ത്രങ്ങളും, ബി മൃദുലമായ പട്ടും ചെമന്ന വസ്ത്രങ്ങളും, സി ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും, ഡി ചെമന്ന പട്ടും ധവള വസ്ത്രങ്ങളും. ഉത്തരം ഓപ്ഷൻ സി, ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും. അടുത്ത ചോദ്യം, ലൂക്ക 16:22 ആരെക്കുറിച്ചാണ് മരിച്ചടക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻസ്: എ ലാസർ, ബി ധനവാൻ, സി ദരിദ്രൻ, ഡി ധനവാനും ലാസറും എന്ന ഉപമയിലെ ദരിദ്രൻ. ഉത്തരം ഓപ്ഷൻ ബി, ധനവാൻ. ധനവാൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ അബ്രാഹത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും എവിടെയാണ് കണ്ടത്? ഓപ്ഷൻസ്: എ സ്വർഗത്തിൽ, ബി ദൈവരാജ്യത്തിൽ, സി ദൂരെ. ഉത്തരം സി, ദൂരെ. ഞാൻ ഈ അഗ്നിജ്വാലയ്ക്കിടയിൽ കിടന്ന് എന്തനുഭവിക്കുന്നു എന്നാണ് ധനവാൻ അബ്രാഹത്തോട് വിളിച്ചു പറഞ്ഞത്? ഓപ്ഷൻസ്: എ വേദന അനുഭവിക്കുന്നു, ബി പീഡ അനുഭവിക്കുന്നു, സി യാതന അനുഭവിക്കുന്നു, ഡി കഷ്ടത അനുഭവിക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി, യാതന അനുഭവിക്കുന്നു. അടുത്ത ചോദ്യം, തൻ്റെ 5 സഹോദരന്മാർ എവിടെ വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ എന്നാണ് ധനവാൻ പറഞ്ഞത്? ഓപ്ഷൻസ്: എ കഷ്ടതകളുടെ ഈ സ്ഥലത്ത്, ബി യാതനകളുടെ ഈ സ്ഥലത്ത്, സി പീഡകളുടെ ഈ സ്ഥലത്ത്, ഡി വേദനയുടെ ഈ സ്ഥലത്ത്. ഉത്തരം ഓപ്ഷൻ സി, പീഡകളുടെ ഈ സ്ഥലത്ത്. അടുത്ത ചോദ്യം, ധനവാന്റെയും ലാസറിന്റെയും ഉപമ ലൂക്കായുടെ സുവിശേഷം ഏത് അധ്യായത്തിൽ എത്രാമത്തെ വാക്യങ്ങളിലാണ് വിവരിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ്: എ 16-ാം അധ്യായം 21 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ, ബി 16-ാം അധ്യായം 19 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ, സി 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി, 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഈ വീഡിയോയിലൂടെ വചനങ്ങൾ പഠിക്കുന്ന എല്ലാവർക്കും നന്ദി.